ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഡിസംബർ മാസം 10-ാം തീയതി വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 45-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ നാം ഒന്നിച്ച് ദൈവപഠന പഠനത്തിനായി കൂടി വരുമ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവസഭ എടുക്കപ്പെട്ടാൽ പിന്നെ എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വെളിപ്പാട് ദിവസം 4-5 അധ്യായങ്ങളുടെ 25 വാക്യങ്ങളുടെ വ്യാഖ്യാന പൂർത്തീകരണമാണ് ഇന്ന് നടത്തുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. സ്വർഗത്തിലെ ആരാധനയിൽ മാനവകുലത്തിൽപ്പെട്ടവരിൽ നിന്ന് ആദിജാതന്മാരുടെ സഭ സ്വർഗത്തിൽ എത്തിച്ചേർന്ന് അവിടെ ദൈവത്തെ, പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും അവിടെ ആരാധിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് 4-5 അധ്യായങ്ങളിൽ നാം ചിന്തിച്ചത്. അപ്പോൾ അതിൽ വളരെ വ്യക്തമാണ് 4-ാം അധ്യായവും 5-ാം അധ്യായവും സ്വർഗീയ ആരാധനയിൽ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന ആദിജാതന്മാരുടെ സഭ അഥവാ മാനവകുലത്തിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നാം ചിന്തിച്ചത്. വീണ്ടും അവിടേക്ക് എത്തിച്ചേരാനുള്ള തേജസ്സിന്റെ ഗണങ്ങളിൽപ്പെടുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സമയങ്ങൾ അവിടെ എത്തിച്ചേരുകയും ചെയ്യും. എന്നാൽ പ്രാരംഭത്തിൽ അവിടെ എത്തിച്ചേരുന്നത് ദൈവ സഭയുടെ, ആഗോള സഭയിലെന്ന് ആദിജാതന്മാരുടെ സഭയാകും. അതേക്കുറിച്ചാണ് നാം 4-ാം അധ്യായം 5-ാം അധ്യായത്തിൽ വായിച്ചത്. എന്നാൽ ഇന്ന് ഈ രാത്രി നാം തുടർന്ന് ചിന്തിക്കുന്നത് സ്വർഗത്തിൽ അങ്ങനെ ഒരു ആനന്ദ നിമിഷം ഉണ്ടാകുമ്പോൾ അത് ആ ആരാധന ഒരു വ്യത്യസ്തമായിരിക്കുന്ന പ്രത്യേക ആരാധനയാണ്. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന, സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന കോടാനുകോടി ദൂതഗണങ്ങളുണ്ട്. അതിൻ്റെ കണക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. സാറാഫുകളുണ്ട്. അവരെല്ലാം പുറകോട്ട് മാറുമ്പോൾ സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികളും 24 മൂപ്പന്മാരും അടങ്ങുന്ന സംഘം കണ്ണുകൾ തുറക്കപ്പെട്ടവരായ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന രൂപാന്തര ശരീരം തേജസ്സ ശരീരമായി മാറുമ്പോൾ അവരെ മറ്റുള്ള സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ പുത്രനോട്, ദൈവത്തോട് സദൃശപ്പെടുന്നവരായി ദൈവിക ശുശ്രൂഷയിൽ ഉത്തരവാദിത്തപ്പെട്ടവരായി തീരുന്നു എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. ഇന്ന് രാത്രി നാം തുടർന്ന് ചിന്തിക്കുന്നത് വെളിപ്പാട് ദിവസം 5-ാം അധ്യായം അതിൻ്റെ 11 മുതൽ ഉള്ള ഭാഗങ്ങളെയാണ് നാം ചിന്തിക്കുന്നത്. 11 മുതൽ അതിൻ്റെ 14 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാർ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-വും 1000 1000-വുമായിരുന്നു. 10,000 ഗുണം 10,000 എന്ന് പറയുമ്പോൾ 100 കോടി. 1000 ഗുണം 1000 എന്ന് പറയുമ്പോൾ 10 കോടി. അപ്പോൾ കോടിക്കണക്കിന് 100 കോടിയും 10 കോടിയും ഒക്കെയുള്ള അങ്ങനെ കോടിക്കണക്കിനുള്ള ദൂതന്മാർ സ്വർഗത്തിലുണ്ട്. എണ്ണം ഏകദേശം പറയുകയാണ്. ദൂതന്മാരുടെ ശബ്ദം കേട്ട് അവിടെ എണ്ണം 10,000 10,000-വും 1000 1000-വുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോടിക്കണക്കിന് ദൂതന്മാരുടെ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത് എന്നിവിടെ പറയുമ്പോൾ അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൂതന്മാർ സ്വർഗത്തിൽ കുഞ്ഞാടാം ദൈവത്തെ ആരാധിക്കുന്നതിനോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു.
മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്കത് കാര്യമായിട്ടൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വലിയ ശ്രേഷ്ഠകരമായിരിക്കുന്ന നിരവധി മർമ്മങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആരൊക്കെയാണ് സ്വർഗീയ ആരാധനയിൽ നേരിട്ട് പങ്കാളികളാകുന്നത്, അതുപോലെ തന്നെ നേരിട്ടില്ലാത്ത പങ്കാളിലാണെങ്കിലും ഒരു ആരാധനയിൽ പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ളത് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 4ഉം 5ഉം അധ്യായങ്ങളിൽ പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും ആദിജാതന്മാരുടെ സഭ അവിടെ സ്വർഗാസ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് അവർ ആരാധിക്കുന്നതും, അതിനുശേഷമായിട്ട് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണുമ്പോൾ, അപ്പോൾ ദൂതന്മാരുടെ ആരാധനയുണ്ട്. അതിനേക്കാൾ പ്രാധാന്യതയുള്ള പരമപ്രാധാന്യതയുള്ളത് ആദിജാതന്മാരുടെ സഭയുടെ ആരാധനയാകുന്നു. എന്ന് പറഞ്ഞാൽ സർവസൃഷ്ടിയുടെ ആദിഫലമായിരിക്കുന്ന ദൈവ ആഗോള സഭയുടെ ആദിജാതന്മാരുടെ ആരാധനയാണ് അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ എടുക്കാൻ സാധിക്കുന്നത്. അതിനോടനുബന്ധമായിട്ട് പിന്നീട് സ്വർഗാസ്വർഗത്തിലെ ദൂതന്മാർ അവര് 100 കോടി 10 കോടി അങ്ങനെ 1000 10,000 10,000-വും 1000 എന്ന് പറയുമ്പോൾ എണ്ണത്തെക്കുറിച്ച് ഏകദേശം കാണിച്ചു തരികയാണ്. അത്രമാത്രം ദൂതഗണങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പൊ യോഹന്നാൻ ഇതെല്ലാം നോക്കുമ്പോൾ അവന്റെ ആത്മവിശ്വതയിലാണ് ഇതിനെ എണ്ണാൻ കഴിയുന്നത്. അല്ലാതെ സാധാരണ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ളതെന്ന് എണ്ണിയെടുക്കാൻ കഴിയത്തില്ല. പക്ഷെ ആ ശബ്ദത്തെ കണ്ടപ്പോൾ യോഹന്നാൻ പറയുകയാണിത് 10,000 10,000-വും 1000-1000-വും ഉള്ള ഒരു വലിയ സംഘത്തിന്റെ ആണ് ഈ ശബ്ദം എന്നുള്ളത് അവനോട് പറയുകയാണ്. അവർ അത്യുച്ചത്തിൽ പറയുന്നത്, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാട് അറുക്കപ്പെട്ടതിൻ്റെ പ്രയോജനമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലമായിരിക്കുന്ന എന്താണ് എന്നുള്ളത് വാസ്തവത്തിൽ സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ ദൂതന്മാർ ആശ്ചര്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുകയാണ്. അവർ പറയുകയാണ്, നീ അറുക്കപ്പെട്ടത് കൊണ്ടാണ് ഈ മാനവകുലത്തിൽപ്പെട്ട ഒരു കൂട്ടം ജനം അവിടെ ആരാധനയ്ക്കായി എത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നത്. അവർ പറയുന്ന അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രം ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് 24 മൂപ്പന്മാരും 4 ജീവികളും അടങ്ങുന്ന ആദിജാതന്മാരുടെ സഭ അവരവിടെ പറഞ്ഞ് ആരാധിക്കുന്നു. അതിനോടനുബന്ധമായി അതേ കാര്യം തന്നെ ഈ സ്വർഗാസ്വർഗത്തിലെ ദൂതഗണങ്ങൾ, കോടിക്കണക്കിന് ദൂതഗണങ്ങൾ അവരും അതേ കാര്യം തന്നെ പറഞ്ഞ് കുഞ്ഞാടാൻ ദൈവത്തിന് മഹത്വം കരയിട്ടുന്നു. ആ ഒരു സന്ദർഭത്തിൽ അവിടം കൊണ്ട് മാത്രം ആരാധന നിന്ന് പോകുന്നില്ല. ഇത് പർദീസിലേക്ക് ആരാധനയുടെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ദൈവമക്കളെ നാം വിജയം പ്രാപിച്ച് ജയാളികളായി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ആരാധന, ആ ആരാധനയുടെ മഹത്വം വെളിപ്പെടുന്നത് സ്വർഗാസ്വർഗത്തിൽ വെളിപ്പെടുന്നു. അത് അവിടെ മാത്രമല്ല, ഇത് ഇനിയും ഈ ഭൂമിയിൽ നിന്ന് അവിടേക്ക് എത്തിച്ചേരാനുള്ളവരുണ്ട്. അവിടെ മാനവകുലത്തിൽപ്പെട്ട അവർ ഇനിയും അവിടെ എത്തിച്ചേരാനുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുള്ള സകല സൃഷ്ടിയും അവയുള്ളതൊക്കെയും സിംഹാസനിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത്. ഇവർ ആരാധിക്കുമ്പോൾ ആ ആരാധന പർദീസിലേക്ക് ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവിടെ ആരാണുള്ളത്? നമുക്കറിയാം, അവിടെ മരണാനന്തരം വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ അവിടെയുണ്ട്. അപ്പോൾ എവിടെയെല്ലാം ദൈവത്തിൻ്റെ ആരാധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-14 വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സർവ്വസൃഷ്ടികൾ അവനെ ആരാധിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഈ സ്വർഗാസ്വർഗം, പർദീസ, ഭൂമി, സമുദ്രം ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞത്. ഇനി മറ്റേ സൃഷ്ടികളെ കുറിച്ച് നമുക്കറിയത്തില്ല, അതേക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല. കോസ്മോസിനെ കുറിച്ചോ
മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ടുള്ള പഠനം നമുക്ക് തന്നിട്ടില്ല. എന്നാൽ ഇവിടെ മനുഷ്യനുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തുമ്പോൾ സ്വർഗാസ്വർഗത്തിൽ ഒരു ആനന്ദ നിമിഷം ഉണ്ടാകാൻ പോകുകയാണ്. ഇന്ന് വരെയും അവിടെ കേൾക്കാത്ത ശബ്ദം തേജസ്സിന്റെ പുത്രന്മാർ അവിടെ എത്തുമ്പോൾ ഉണ്ടാകാൻ പോകുകയാണ്. നാം എല്ലാവരും ഇന്നിവിടെ നമ്മുടെ ശബ്ദങ്ങൾക്ക് പരിമിതിയുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ കേട്ടാൽ സുഖകരമാകുന്ന ശബ്ദമായിരിക്കത്തില്ല. എന്നാൽ നാം എല്ലാം രൂപാന്തരം പ്രാപിച്ചു കഴിയുമ്പോൾ പുത്രനോട് സദൃശന്മാരായിത്തീരുന്ന ഒരനുഭവത്തിൽ പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും അവരിയ്ക്കുന്ന സ്വർഗാസ്വർഗത്തിൽ ആ ഭവനത്തിലെത്തി നാം ആ ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പം അത് ആ ഒരു സന്ദർഭത്തിൽ ദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. കുഞ്ഞാടാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ അഥവാ പരദീസയിൽ ദൈവിക മഹത്വം ആരാധന അവിടെ വെളിപ്പെടുന്നുണ്ട്. ഭൂമിയിൽ നാം കണ്ടു ആഗോള സഭയുടെ ശേഷിപ്പ്. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഭൂമിക്ക് കീഴിലും അവിടെ സൃഷ്ടികളുണ്ട്, സമുദ്രത്തിലും സൃഷ്ടികളുണ്ട്. ഇങ്ങനെ സകല സൃഷ്ടികളും അവയുള്ളതൊക്കെയും സിംഹാസനിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഈ സമുദ്രത്തിലെ സൃഷ്ടികളും ഭൂമിക്ക് കീഴിലെ സൃഷ്ടികളും ഭൂമിയിലുള്ള സൃഷ്ടികളും അതുപോലെ തന്നെ പരദീസിലെ സൃഷ്ടികളും സർവസൃഷ്ടാവായിരിക്കുന്ന കർത്താവിനെയും കുഞ്ഞാടാം ദൈവത്തെയും മഹത്വപ്പെടുത്തുന്ന ഒരു ആരാധനയുടെ യഥാർത്ഥമായ ചിത്രമാണ് നമുക്കിവിടെ വെളിപ്പെട്ട് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ നാം ഇവിടെ ആരാധിക്കുമ്പോൾ ഒരുപക്ഷെ മനുഷ്യനും പിശാചുക്കളുമാണ് ഇതിൻ്റെ അകത്ത് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അവരുടെ ദൂതന്മാരുമാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന സമുദ്രത്തിലെ നിവാസികൾ, സമുദ്രത്തിലെ സൃഷ്ടികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും പക്ഷി മൃഗാദികൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. മനുഷ്യന് മടി കാണിച്ചാലും രാവിലെ എഴുന്നേറ്റ് പക്ഷികൾ പാടും, ദൈവത്തെ മഹത്വപ്പെടുത്തും. സൃഷ്ടികൾ ദൈവത്തെ സ്തുതിക്കും, സൃഷ്ടിതാവാൻ ദൈവത്തെ അത് സ്തുതിക്കും. എന്താണ് നമ്മളൊക്കെ പാടുന്ന മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിത പാട്ട് പാടിയിരുന്നൊക്കെ പിതാക്കന്മാർ പാടിയത്. അപ്പോൾ മറ്റുള്ള ജീവികളെല്ലാം സൃഷ്ടിതാവാൻ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊക്കെ എത്രയും ശ്രേഷ്ഠകരമായിരിക്കുന്ന നിലവാരമുള്ളവരാണ് ദൈവമക്കൾ. ഇവിടെയുള്ള സൃഷ്ടികളൊക്കെയും ചത്ത് ഒടുങ്ങിപ്പോകും. അതൊക്കെ അവിടെ ആഹാരത്തിന് വേണ്ടി ചോദിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സൃഷ്ടികൾ ദൈവത്തെ സ്തുതിക്കുന്നവർ പാടുന്നു. എന്നാൽ അവിടെ ജീവിതം കഴിയുമ്പോൾ അതെല്ലാം ഇവിടെ കൊണ്ട് അസ്തമിച്ചു പോകും, തീർന്നു പോകും, മണ്ണോട് ചേരും. എന്നാൽ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ഭൂമിയിൽ നിന്ന് എത്തിച്ചേരുന്ന മനുഷ്യരുടെ ആത്മാക്കൾ ഉണ്ടാകുമെന്നും അവരവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും കൂടെ ഇവിടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ ആത്മാക്കൾ ഇല്ലാത്തത്. ഇതുവരെയും ആത്മാക്കൾ എത്താത്തൊരു സ്ഥലം ഭൂമിക്ക് കീഴിലാണ്. അത് എതിർക്രിസ്തുവിന്റെ ഭരണത്തിൽ മാത്രമേ അവിടെ ആത്മാക്കൾ എത്തുള്ളൂ. പക്ഷെ അവിടെ സൃഷ്ടികൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഇവർ പാടുമ്പോൾ, ഇത് പറയുമ്പോൾ സമുദ്രം ഭൂമിക്ക് കീഴിൽ, ഭൂമിയിൽ, പരദീസയിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. അപ്പോൾ മനുഷ്യൻ മരണാനന്തരം മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ആത്മാക്കൾ സ്വർഗാസ്വർഗത്തിലേക്കല്ല എത്തിച്ചേരുന്നത്. എവിടെയാണോ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുള്ളത് അവിടേക്കാണ് മനുഷ്യാത്മാക്കൾ ചെല്ലുന്നത് എന്നുള്ളത് നാം ഇതിനു മുമ്പ് ചിന്തിച്ചിരുന്നു. മരണാനന്തരങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നു. അതിന് അടിസ്ഥാനപരമായി നമുക്ക് കിട്ടിയ വാക്യം ഇതായിരുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യവും 20-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യവുമാണ് നാം മരണാനന്തരങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ നാം ഉപയോഗിച്ചത്. അപ്പോൾ 20-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ സമുദ്രത്തിൽ തന്നെയുള്ള മനുഷ്യരെ ഏൽപ്പിച്ചു കൊടുത്തു, മണ്ണും പാതാളം, ഈ 3 കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ പാതാളത്തെയും മരണത്തെയും പറഞ്ഞിട്ടില്ല. കാരണം ഇത് ബൈബിൾ എഴുതി വെച്ചപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് എഴുതി വെക്കുകയല്ല ചെയ്തത്. അത് എഴുതി വെച്ചപ്പോൾ അത് സത്യമായതുകൊണ്ടാണ് ഇതിനകത്ത് ഭിന്നതയില്ലാത്തത്.
അല്ലെങ്കിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനായി പോകും. മരണവും പാതാളവും നിന്നെ സ്തുതിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. മരണവും പാതാളവും നിന്നെ സ്തുതിക്കുന്നില്ല. അവിടെ അവിടെ ഉണ്ട്. അവിടെ മനുഷ്യ അവിടെ എത്തിച്ചേർന്നത് പാപം ചെയ്ത ശിക്ഷ അവിടെ ദൈവത്തിന്റെ സാധാരണ ശിക്ഷ അവിടെയില്ല. സമുദ്രത്തിൽ ദൈവത്തിന്റെ ശിക്ഷയുണ്ട്, ഭൂമിക്ക് കീഴിലുണ്ട്, അഗാധകൂപത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. അങ്ങനെയുള്ള ഭൂമിക്ക് കീഴിൽ വരുമ്പോൾ അഗാധകൂപം ഉൾപ്പെടെയുള്ള ആ ഭാഗത്തെ, എന്നാൽ അഗാധത്തിലില്ല. എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയെല്ലാം ഇല്ലാത്തത് ദൈവത്തിന്റെ സൃഷ്ടികൾ, ഒറിജിനൽ സൃഷ്ടികളായിട്ടുള്ളത് പാതാളത്തിലും നരകത്തിലുമില്ല. അവിടെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി മൗനതയിൽ എത്തിച്ചേരുന്നവരാണ് അവിടെ കിടക്കുന്നത്. എവിടെയാണ് കിടക്കുന്നത്? അവര് പാതാളത്തിലും അധമപാതാളത്തിലും മരണമാകുന്ന നരകത്തിലും. അപ്പോൾ ഇത് യോബിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 5-ാം വാക്യം. അദ്ദേഹം യോബിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നതായിട്ട് നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. വെള്ളത്തിനും അതിലെ നിവാസികൾക്കും കീഴെ പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു. പാതാളം അവന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. നരകം മറയില്ലാതിരിക്കുന്നു. പ്രേതങ്ങൾ നൊന്ത് നടങ്ങുന്നതിനർത്ഥം ഡിപ്പാർട്ടഡ് സോൾസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പ്രേതങ്ങൾ, ഭൂമിയിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്ത ആത്മാക്കൾ, അവര് വെള്ളത്തിനും അതിലെ സമുദ്രത്തിനും അതിലെ നിവാസികൾക്കും കീഴെ പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു. യാതനാസ്ഥലം എന്ന് പറയുന്ന അധോപാതാളവും കഠിനമായിരിക്കുന്ന യാതനാസ്ഥലമായിരിക്കുന്ന നരകവും അവർ വിചാരണ തടവുകാരായി അവിടെ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ അവിടെ സൃഷ്ടികളില്ല. ദൈവത്തിന്റെ സൃഷ്ടികൾ, നേരിട്ടുള്ള സൃഷ്ടികൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ സൃഷ്ടികളാണ് അധമപാതാളത്തിലും മരണമാകുന്ന നരകത്തിലുമുള്ളത്. അവിടെ ഉള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാത്തവരൊക്കെ ഇത് കേട്ടും കണ്ടുമൊക്കെ പോകുന്നവരാണ്. ഞാനൊരു സത്യം പറയാം പ്രിയപ്പെട്ടവര്, ഇവിടെ ഈ ദൈവിക ആരാധനയെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നവര് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വിട്ടുപോയി അധമപാതാളത്തിലോ നരകത്തിലേക്ക് പോയി ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്ന് നിത്യം ദുഃഖിക്കും. അവിടെ കിടന്ന് വല്ലാതെ വേദനിക്കും. മൗനതയിലേക്ക് വരും. കാരണം ഇവിടെ സത്യദൈവത്തെ ആരാധിച്ചപ്പോൾ കളിയാക്കുകയും തുള്ളൽക്കാരാന്ന് പറയുകയും ഒക്കെ അപമാനിച്ച് ഒരുപക്ഷെ അന്നേരം ഒരു സന്തോഷമുണ്ടായി ഈ ലോകത്ത് ജീവിക്കുന്ന അനേകരുണ്ട്. ഞാനിന്ന് രാത്രി ഒരു സത്യം വിളിച്ചു പറയാം. ഇവിടെ ആരാധിച്ചുകൊള്ളണം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളണം. ആരും നമ്മെ കളിയാക്കട്ടെ. നാം മറ്റുള്ള മുമ്പിൽ ഒരുപക്ഷെ ഒന്നുമല്ലാത്തവരെ പോലെ, ഭോഷന്മാരെ പോലെ ആയിത്തീരാം. എന്നാൽ നിത്യതയിലെ ജ്ഞാനമാണ് നാം ഇന്നിവിടെ ചെയ്യുന്നത്. സത്യദൈവത്തെ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, വീണ്ടെടുപ്പുകാനായിരിക്കുന്ന ദൈവത്തെ, ശിക്ഷതവാൻ ദൈവത്തെ, പരിശുദ്ധാത്മാവാൻ ദൈവത്തെ സത്യമുള്ളവരായി സത്യാത്മാവിൽ ആരാധിക്കുമ്പോൾ അതിനെ ബോഷ്കിന്റെ ശക്തിക്ക് അത് നിസ്സാരമായി തോന്നും, കളിയാക്കുവാൻ കിടയാത്തരും. ഇവിടം ഈ ശ്വാസം വിട്ട് കഴിയുമ്പോഴേ ഇതിൻ്റെ വിലയും നിലയും അറിയത്തുള്ളൂ. അതുകൊണ്ട് നാം ജീവനോടിരിക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് കളിയാക്കുവാനുള്ള ഒരു കാര്യമല്ല, ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ഇത് ആത്മാവിൻ്റെ കാര്യമാ, നിത്യതയുടെ കാര്യമാ. ഇതുവരെയും ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ, ദൈവത്തോട് സംസാരിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കതിനുള്ള കൃപ നൽകണമേ എന്ന് ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥനയിൽ നിങ്ങൾ ദൈവത്തോട് യാചിക്ക്. ദൈവം അതിനെ നൽകും. കർത്താവ് പറഞ്ഞ് ചോദിച്ചാൽ നൽകാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇവിടെ എല്ലാവരും മിടുക്കന്മാരാ. കൂടി വന്നാൽ 60, 70, 80, 100 വയസ്സ് കഴിയുമ്പോൾ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ഇന്ന് വരെ നിത്യതയെക്കുറിച്ചുള്ള പഠനമോ ആരാധനയെക്കുറിച്ചോ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ മറ്റാരും വ്യക്തമായി പഠിപ്പിക്കാതിരിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് ഭാവികാല സംഭവങ്ങളെക്കുറിച്ചും മനുഷ്യ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനരുത്ഥാന ജീവിതത്തെക്കുറിച്ചും എന്തായിരിക്കും പൊതുവാന ഭൂമിയിൽ മനുഷ്യനെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവർ
നിത്യമൗനതയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം ഒരുപക്ഷെ നാം വായിക്കുമ്പോൾ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ കർത്താവ് പറയുന്ന സമയത്ത് അത് കർത്താവ് വെളിപ്പെടുത്തിയപ്പോൾ ഈ ലാസറിൻ്റെ വിരൽ അറ്റം മുക്കി വെള്ളം തണുപ്പിക്കണമെന്നൊക്കെ അബ്രഹാമിൻ്റെ മടി കണ്ടുകൊണ്ട് ലാസർ ധനവാൻ പറയുമ്പോൾ അവിടെ ദൈവം അതിനെ അനുവദിച്ചു കൊടുത്തില്ല. അങ്ങനെ എല്ലാവരും അവിടെ ചെന്ന് വീഴുമ്പോൾ വലിയധികമായിട്ടുള്ള നിലവിളി ഉണ്ടാകും. സഹായിക്കണമെന്ന് പറയും, രക്ഷിക്കണമെന്ന് പറയും. ഇവിടുന്ന് ജീവൻ പോകുന്ന സമയത്ത് മരണവെപ്രാളപ്പെടുവാൻ പ്രധാന കാരണം പോകുന്ന സ്ഥലം കണ്ടുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ മരണഭീതിയെ, വേദനയെ ദൈവം മാറ്റി. നാം പോകുന്നത് നിത്യതയുടെ സൗഭാഗ്യത്തിലേക്ക്, വെളിച്ചത്തിലേക്കായതുകൊണ്ടാണ് ഭക്തന്മാർ നിദ്ര പ്രാപിക്കുന്നത്, സമാധാനത്തിൽ പ്രവേശിക്കുന്നത്. ഇവിടെ ഈ ജീവിതം ക്രിസ്തുയേശു നമുക്ക് സമാധാനം ഉളവാക്കിയത്. അവൻ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉളവാക്കി. മരണഭീതിയിലായിരുന്ന നരകാഗ്നിയിലേക്ക്, നിത്യനരകാഗ്നിയിലേക്കും പോകേണ്ടിയിരുന്ന ഈ ജീവിതം വിട്ടുകഴിയുമ്പോൾ ആരും കൂടെ വരത്തില്ല. ഒരു മനുഷ്യൻ പോലും സഹായിക്കാൻ കാണത്തില്ല. ഇതിലേക്കാ പോകുന്നെങ്കിൽ അവിടെ മൗനതയിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി കിടക്കണം. കഠിന യാതനയ്ക്ക് വേണ്ടി ആ പോകുന്നത് അവിടെ കഠിനമായിരിക്കുന്ന മൗനതയാണ്. ദിവസങ്ങളിൽ അവിടേക്ക് ആരും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് രാത്രിയിലെ സന്ദേശം പൊതുവായി അറിയിക്കുന്നത്. ദൈവകൃപയിൽ, ദൈവഭയത്തിൽ നമുക്ക് ജീവിക്കാം പ്രിയപ്പെട്ടവരെ. ഇവിടെ കുറെ പഠിച്ചു വെച്ച് വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാക്കി ഞാൻ പഠിപ്പിക്കുന്നതാണോ ശരി, നീ പഠിപ്പിക്കുന്നതാണോ ശരി എന്നുള്ള തർക്കങ്ങളിലേക്കല്ല, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുവാൻ വേണ്ടി, യഥാർത്ഥമായ ദൈവഭയം ഉണ്ടാകുവാൻ, നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന സമയത്ത് ആരാധിക്കേണ്ടവനെ, ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് സമാധാനത്തിലേക്ക് പ്രവേശിക്കണം, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണം. പിതാക്കന്മാർ സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും പ്രവേശിച്ചെങ്കിൽ എത്ര വലിയ മഹാഭാഗ്യമാണ് ദൈവം പുതിയ നിയമവിശ്വാസത്തിലേക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് നശിപ്പിച്ച് കളഞ്ഞാൽ, നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നിത്യനരകാഗ്നി ദണ്ഡനത്തിലേക്ക് പോകാൻ വേണ്ടി വിചാരണയുടെ തടവുകാരായി അധമപാതാളത്തിലും, കഠിനഭാവികളാണെങ്കിൽ മരണമാകുന്ന നരകത്തിലുമായിരിക്കും എത്തിച്ചേരുക. അതുകൊണ്ട് അവിടേക്ക് ഒരു മനുഷ്യൻ പോലും പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സുവിശേഷകരായിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളാരും അവിടേക്ക് ഒരു മനുഷ്യൻ പോലും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ രാജ്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നത്, ഇടിവിടുന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അവിടേക്ക് ഒരു മനുഷ്യൻ പോലും പോകാതെ മാനസാന്തരം മനുഷ്യർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് നാം ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ സ്തുതിക്കാത്ത സൃഷ്ടികളുള്ള സ്ഥലമാണ് മരണവും, മരണമാകുന്ന നരകവും, അധമപാതം. അവിടെ വേദന അനുഭവിക്കുക, യാതന അനുഭവിക്കുക, കഷ്ടം സഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വലിയ നിരാശയാണ്, ദുഃഖമാണ്. ആരാധിക്കും അപ്പോൾ വിചാരിക്കും അന്ന് തന്ന ഒരു ട്രാക്റ്റ്, അല്ലെങ്കിൽ അന്ന് തന്നൊരു വചനം, അല്ലെങ്കിൽ അടുത്ത് ആരാധിച്ചപ്പോൾ ഒച്ച കൂടിപ്പോയെന്ന് പറഞ്ഞ് അതിനെ വിമർശിച്ചത്, ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, ഇന്ന് അതിൻ്റെ വില അറിയത്തില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും സത്യാരാധനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ചിന്തയുള്ളവരാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയെങ്കിലും വിഷമിപ്പിക്കാനോ വേണ്ടിയല്ല ഞങ്ങൾ ദൈവിക സുവിശേഷം അറിയിക്കുന്നത്. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയല്ല. എന്നാൽ ദൈവാത്മാവിൽ ആരാധിക്കുന്നവരെ ദൈവജ്ഞ നിത്യതയിൽ ആരാധിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയെടുക്കുന്ന ഒരു ആരാധനാ സ്ഥലം കൂടിയാണ് ഭൂമി. ഇവിടെ വെച്ച് ദൈവം നമ്മളെ പഠിപ്പിച്ചെടുക്കും. അവിടെ നാം പോയി അതിൻ്റെ മഹത്വത്തിൽ ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ട് ആരാധിക്കുവാൻ ഭൂമിയിൽ കിട്ടുന്ന സമയങ്ങൾ ദൈവത്തെ ആരാധിക്കണം. പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പഠിക്കുവാൻ സമയം കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് പഠിക്കാം. ദിവസങ്ങളിൽ വചനത്തിലും പ്രാർത്ഥനയിലും മുറ്റിരുന്നു കൊണ്ട് സത്യദൈവത്തെ ആരാധിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന മഹാഭാഗ്യത്തിലേക്ക് പ്രവേശിക്കണം എന്നാണ് ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാ നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ എവിടെയെല്ലാമാണ് ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കിയെടുക്കുമ്പോൾ, സമുദ്രത്തിലുണ്ട്, സമുദ്രത്തിലും അതിലെ നിവാസികൾക്കും കീഴെ, അല്ലെ നിവാസികൾ എന്ന് പറയുമ്പോൾ അന്ന് സമുദ്ര സൃഷ്ടികളുണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന, തിമിംഗലങ്ങളും മറ്റു പല എത്രയോ സൃഷ്ടികൾ സമുദ്രത്തിലുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവസൃഷ്ടിയുടെ ഒറിജിനലായിട്ടുള്ളതാണ് സമുദ്രത്തിലുള്ളത്. കാരണം നോഗയുടെ ജലപ്രളയ സമയത്ത് കരയിലും ആകാശത്തിലുള്ളതെല്ലാം ചത്തൊടുങ്ങിപ്പോയപ്പോൾ 7 നിന്നും 2 നിന്നൊക്കെയാണ് ബാക്കിയുള്ളത് ഉളവായത്. മനുഷ്യൻ
നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 കുടുംബത്തിൽ നിന്നാണ് മാനവജാതി ഉളവായത്. നോഹയുടെ മക്കളായിരിക്കുന്ന ശേം, ഹാം, യാഫേത്ത് എന്ന 3 ആൺമക്കളിൽ നിന്നാണ് ഇന്ന് കാണുന്ന മനുഷ്യജാതി മുഴുവൻ ഉളവായത് എന്ന് പറഞ്ഞാൽ കാണുന്നത്. ആദ്യത്തിൽ നിന്ന് ഹവയുണ്ടായ അതിൽ നിന്ന് പുരാതന ലോകം കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ലോകത്തിൽ 3 ആൺമക്കൾ 3 വ്യക്തികളിൽ നിന്നാണ് ഇന്ന് കാണുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലും ആൾക്കാർ അധിവസിക്കുന്നത്. ഇന്ന് കാണുന്ന കരയിലെയും ആകാശത്തിലെയും പറവജാതികളും മറ്റും കാണുമ്പോൾ അത് ശുദ്ധിയുള്ളതാണെങ്കിൽ 7 നിന്നും, ബാക്കിയുള്ളതാണെങ്കിൽ 2 നിന്നും ഉളവായതാണ്. എന്നാൽ സമുദ്രത്തിൻ്റെ സൃഷ്ടി മാത്രമാണ് ദൈവസൃഷ്ടിയുടെ ആ തനിമ കാത്തു സൂക്ഷിക്കുന്നത്. അതിന് നാശം വന്നില്ല, ബാക്കിയുള്ളതെല്ലാം നശിച്ചു പോകാനിടയായിട്ട്. അപ്പോൾ സമുദ്രത്തിലെ സൃഷ്ടികൾ, നിവാസികൾ അവിടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഭൂമിക്ക് കീഴിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൂതഗണങ്ങളുണ്ട്. ഭൂമി കീഴിലൊരു ഭാഗമാണ് അഗാധകൂപം തുറന്നെന്ന് പറയുമ്പോൾ പറയും. അവിടെ വെട്ടിക്കിളിക്ക് സമാനമായിരിക്കുന്ന അവിടുന്ന് പുറപ്പെടുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ദൂതഗണങ്ങളാണ്. അഗാധകൂപത്തിൽ നിന്ന് പുറപ്പെടും, അല്ലാതെ പിശാചിൻ്റെ ദൂതന്മാരൊന്നുമല്ല. അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഭൂമി കീഴിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. അവിടെ ഭൂമിക്ക് കീഴിൽ ദൈവത്തെ സ്തുതിക്കുന്ന ദൂതഗണങ്ങൾ, അവിടെ ദൈവത്തിൻ്റെ സൃഷ്ടികൾ അവിടെയുണ്ട്. ഇവിടേക്ക് ആത്മാക്കൾ പ്രവേശിക്കുന്നത് എതിർക്രിസ്തുവിന്റെ ഭരണസമയത്ത് മാത്രമാണ്. എന്നാൽ സമുദ്രത്തിൽ മരണാനന്തരമുണ്ട്. സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത് നിത്യ യോഗ്യതയുള്ളവരെയാണ് സമുദ്രം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് സമുദ്രത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന നിത്യ യോഗ്യതയായിട്ടുള്ളവർ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. സമുദ്രത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് എന്നോട് ചോദിക്കരുത്. ഇപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്. ദൈവം അതിനുള്ള സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതെവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയത്തില്ല. ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലം, അത് ആത്മാക്കളെ സൂക്ഷിക്കുന്ന സ്ഥലം ദൈവത്തിനുണ്ട്. ദൈവം അത് കരുതി വെച്ച സ്ഥലത്തേക്ക് ആത്മാക്കൾ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. അതുകൊണ്ടാണ് സമുദ്രം തങ്ങളോട് ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറയുമ്പോൾ അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവസ്ഥിതിയുള്ളവരാണെന്നുള്ളതും നാം പുനരുത്ഥാനങ്ങളുടെ ബന്ധത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഇനിയും തർക്കങ്ങളോ വാദങ്ങളിലേക്കോ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അതേക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കൂടുതൽ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഭൂമിക്ക് കീഴിൽ ആത്മാക്കൾ എത്തിച്ചേരും. അത് ഭൂമിക്ക് കീഴിൽ എത്തിച്ചേരുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. അത് എതിർക്രിസ്തു ഭരണസമയത്ത് യാഗപീഠത്തിന് കീഴിൽ. സമുദ്രത്തിൽ നിത്യയോഗ്യതയുള്ളവരാണിപ്പോൾ അവിടെ കർത്താവിൻ്റെ കർത്താവിൻ്റെ മരണത്തോടനുബന്ധമായിട്ട് മരണാന്തത ഉണ്ടായത്. അപ്പോൾ ഭൂമിക്ക് കീഴിൽ ദൈവത്തെ സൃഷ്ടിക്കുന്നതുകൊണ്ട്, ഭൂമിയിൽ ദൈവത്തെ സ്തുതിക്കുന്ന സൃഷ്ടികളുണ്ട്. പർദീസയിൽ ആദിജാതന്മാർ സഭ എടുക്കപ്പെട്ടാൽ അതിനുശേഷമായി 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലുമുള്ള വിശുദ്ധന്മാരുടെ ആത്മാക്കൾ അവിടെ വിശ്രമിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സ്വർഗത്തിൽ മാനവകുലത്തിൽ നിന്ന് ജയാളികളായി എത്തിച്ചേരുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അതിനുശേഷമായി അതിനോടനുബന്ധമായി സ്വർഗത്തിലെ സകല ദൂതന്മാരും കോടാനുകോടി ദൂതന്മാർ ദൈവത്തെ സ്വർഗത്തിൽ മഹത്വപ്പെടുത്തുമ്പോൾ അതോടനുബന്ധമായി പർദീസയിൽ ആരാധനയുണ്ടാകും. ഭൂമിയിൽ ആരാധനയുണ്ടാകും. ഭൂമിക്ക് കീഴിലുള്ള ജീവികൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. സമുദ്രത്തിലെ ജീവികൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. അവിടെ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. എന്നാൽ അധമപാതാളത്തിലോ മരണത്തിലോ ഉള്ളവരാരും തന്നെ ഇതൊന്നും അറിയത്തുമില്ല. രാത്രിയിൽ സന്ദേശം മനസ്സിലാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നാം മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നുള്ളത് നമുക്കറിയാം. ദൈവത്തെ സ്തുതിക്കുന്ന ശിക്ഷയുള്ളവരിലേക്കാണ് പോകുന്നത്. ഒരു പുതിയ നിയമവിശ്വാസിയുടെ ആത്മാവ് അവൻ 30 മേനി വിളയുന്ന നിത്യജീവന് മാത്രം യോഗ്യതയുള്ളവനാണെങ്കിൽ അവരുടെ ആത്മാവ് വെള്ളത്തിനകത്ത് സമുദ്രത്തിനകത്ത് അവരെ വെച്ചിരിക്കുന്ന മണ്ണാന്തരയിലേക്ക് പോകും. 60 മേനി യോഗ്യരാകുന്ന പുതിയ വിശ്വാസികൾ എത്തിച്ചേരുന്നത് പർദീസയുടെ 2-ാം സ്വർഗത്തിലേക്കാണ്. ഇപ്പോൾ പർദീസയുടെ 3-ാം സ്വർഗത്തിലേക്ക് തികവ് പ്രാപിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ എത്തിച്ചേരുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ സ്വർഗത്തിലേക്ക് ആദിജാതന്മാരുടെ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പർദീസയിലെ 3-ാം സ്വർഗത്തിൽ ആരുമില്ല. അവിടെ അത് ശൂന്യമായി. അവരോടൊപ്പം ചേരുവാനുള്ളവരുമാണ് സ്വർഗത്തിൽ പിതാവാം ദൈവത്തെ മുഖം കണ്ട് ആരാധിക്കുവാൻ വേണ്ടി എടുക്കപ്പെടുന്നത്. എന്നാൽ 1-ാം സ്വർഗത്തിലും
രണ്ടാം സ്വർഗത്തിലുള്ളവർ അവിടെ ഉണ്ടായിരിക്കും. അവരോട് ചേരുവാനുള്ളവർ ഭൂമിയിലുണ്ടായിരിക്കും. സമുദ്രത്തിലേക്ക് ചേരാനുള്ളവരും അവിടെ കാണും. പാതാളവും മരണവും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ദൈവിക ആരാധന വെളിപ്പെടുന്ന അതിമനോഹരമായ ഒരു സന്ദർഭം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കും. ആ ആരാധനയ്ക്ക് വേണ്ടി സ്വർഗം കാത്തിരിക്കുന്നുണ്ട്. നാം ഭൂമിയിൽ ആരാധിക്കുന്ന ഞാനും നിങ്ങളും സ്വർഗാസുഖത്തിൽ ചെന്ന് അവിടെ നാം അവനെ കുമ്പിട്ട് നമസ്കരിച്ച് ആരാധിക്കുന്ന ആ മകനീയമായിരിക്കുന്ന ഒരു സമയത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. അത് യേശു ജഡത്തിൽ വന്നപ്പോൾ പലരും അവനെ കണ്ടിട്ടുണ്ട്, ശിഷ്യഗണങ്ങൾ കണ്ടിട്ടുണ്ട്. തേജോമനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദർശനം യോഹന്നാൻ ഒരു പരിധി വരെ കണ്ടിട്ടുണ്ട്. ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടു, എന്നാൽ തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ എല്ലാവർക്കും കണ്ടിട്ടില്ല. എന്നാൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ദൈവത്തെ അവൻ്റെ സമ്പൂർണ്ണതയിൽ കണ്ട് മഹത്വപ്പെടുത്തുവാൻ പോകുന്ന ആ നിമിഷത്തിനായി ഇന്ന് രാത്രിയിൽ സ്തോത്രം ചെയ്തതിന് വേണ്ടി കാത്തിരിക്കാം. ആ ഒരു വലിയ മഹനീയ പദവിയിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ നാം അധികാരമുള്ളവരും പദവികളുള്ളവരും തേജസ്സുള്ളവരുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയവരും മാന്യരുമായി സകല സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തേജസ്സിൻ്റെ പുത്രന്മാർ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സമുദ്രം മുതൽ പർദീസ വരെയുള്ള സകല സൃഷ്ടികളും ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കും എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ കുഞ്ഞാടിനും സ്തോത്രം ബഹുമാനവും മഹത്വം എന്നുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഭവിക്കാൻ പോകുന്ന മകനെയുമായിരിക്കുന്ന സ്വർഗീയ ആരാധനയിൽ നമുക്കും പങ്കാളിത്തം വഹിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ 4-5 അധ്യായങ്ങൾ 25 വാക്യങ്ങളുടെ ഈ വ്യാഖ്യാനത്തിൽ നാം മനസ്സിലായത്, പിതാവാം ദൈവത്തെ ആദിയാതന്മാർ സഭ ദൈവത്തെ ആരാധിക്കുന്നു. പുത്രനാം ദൈവത്തെ 24 മൂപ്പന്മാരും 4 ജീവികളും ആരാധിക്കുന്നതോടൊപ്പം തന്നെ സകല ദൂതന്മാരും എല്ലാവരും കൂടി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ഉള്ള ദൂതഗണങ്ങളും സകല സൃഷ്ടികളും ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ചാണ് ഈ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 11-14 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. സർവ്വ സൃഷ്ടികളും സൃഷ്ടിതാവാം ദൈവത്തെ ആരാധിക്കുന്നു. ഇന്നും ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ആരാധന വ്യത്യസ്തമായിട്ട് മാനവകുലത്തിൽ നിന്ന് അവിടേക്ക് എത്തിച്ചേരാനുള്ള പരമോന്നത സ്ഥാനം അലങ്കരിക്കാനുള്ളവർ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ആരാധന അന്ന് മുതൽ എത്ര ശ്രേഷ്ഠകരമായ അനുഭവമായിരിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാം. ഞാൻ ഈ 4-5 അധ്യായങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവം എടുക്കപ്പെടുന്ന സഭ എവിടെ എന്നുള്ളത് നാം മനസ്സിലാക്കുവാട്ടിടയാത്തവണ്ണു എന്ത് ചെയ്യുന്നു എന്നുള്ളതും മനസ്സിലാക്കി മണിയറയിൽ പ്രവേശിച്ചിരിക്കുകയല്ല, അവിടെ കാത്തിരിക്കുകയല്ല, ദൈവീയ ശുശ്രൂഷയുടെ ഭാഗമായിത്തീരുന്നു. അതെ, കർത്താവിനോടുള്ള ആരാധനയുള്ള ബന്ധത്തിൽ നാം സാറാഫുകളെ മാറ്റുന്നു. കർത്താവ് രണ്ടാമത്തവനോടുള്ള ബന്ധത്തിൽ കെരൂബുകളെ നാം മാറ്റുന്നു. അതുപോലെ തന്നെ ദൂതന്മാർ പിന്നോട്ട് മാറുന്നു. സകല അധികാരത്തോടെ ബന്ധത്തിൽ സിംഹാസനത്തിരിപ്പാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ 4 ജീവികളുള്ള ബന്ധത്തിൽ പുത്രനാം ക്രിസ്തുവിനോടുള്ള ശുശ്രൂഷയുടെ ബന്ധത്തിൽ നാം അവിടെ കാണുവാൻ ഇടയായിത്തീർന്നു. രാത്രി ഇത്രയും ഭാഗമാണ് നാം വായിച്ചത്, നാം കേട്ടത്. അപ്പോൾ ഇത്രയും സ്വർഗീയ കാര്യങ്ങൾ നടക്കും. തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഭൂമിയിൽ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ സ്വർഗാസ്വർഗത്തിലേക്ക് സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗാസ്വർഗത്തിൽ സംഭവിക്കുന്ന എന്താകുന്നു എന്നുള്ളതാണ് 4-5 അധ്യായങ്ങൾ നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ സമയത്ത്, അഥവാ സ്വർഗാസ്വർഗത്തിൽ ഇത്രയും സംഭവങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ഈ 3.5 വർഷക്കാലത്ത് ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത്, അതിനുശേഷമുള്ള കാര്യങ്ങളാണ് 6-ാം അധ്യായം മുതൽ പഠിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ എതിർക്രിസ്തുവിൻ്റെ പഠനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ദൈവസഭ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ
അതിനോടനുബന്ധമായി ഭൂമിയിലേക്ക് തള്ളി വിടുന്ന, താഴെ വീഴുന്ന, പാതപീഠമാകുന്ന സാത്താൻ ഇവിടെ ചെയ്തു കൂട്ടുന്ന അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചാണ് സാത്താനിക മഹോത്സവം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പുസ്തകം തുറക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുന്നതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ എതിർക്രിസ്തുവിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്നത്. അപ്പോൾ നാം ഈ പഠനം അവസാനിപ്പിക്കുമ്പോൾ മേലാൽ സംഭവിക്കാനുള്ള വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി. ഒന്ന്, കർത്താവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭ എടുക്കപ്പെടലിനെ കുറിച്ച് മനസ്സിലാക്കി. 2, സഭ എടുക്കപ്പെട്ടാൽ എവിടെ എന്നുള്ളതിനെക്കുറിച്ച് വെളിപ്പാട് 4-ാം അധ്യായവും 5-ാം അധ്യായത്തെ അധികരിച്ച് നാം പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ അവസരത്തിൽ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ സഭ എടുക്കപ്പെട്ട ശേഷം ഭൂമിയിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിലേക്കാണ് നാം സാത്താനിക മഹോദ്രവം എന്നുള്ള അടുത്ത അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ 4-5 അധ്യായങ്ങളോടുള്ള പഠനത്തിൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-5 അധ്യായം 25 അധ്യായങ്ങൾ വാക്യങ്ങളുടെ വ്യാഖ്യാനമാണ് നാം പൂർത്തീകരിച്ചത്. സഭയുടെ ഉൾപ്പെടാനുള്ള സംഭവങ്ങളെക്കുറിച്ച് പഠിച്ചു. മധ്യാകാശ പ്രത്യക്ഷ സഭ എടുക്കപ്പെടുന്നതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ബാക്കിയുള്ള 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് തുടർന്ന് നമ്മൾ സാത്താനിക മഹോപദ്രവം എന്നുള്ള ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സാത്താനിക മഹോപദ്രവം ഇപ്പം ഇത് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കിയാണ് നാം പഠിക്കുന്നത്. ആഗോള സഭ 7 പൊന്നലൊക്കെ കാണിക്കുന്നു. അതിൽ നിന്ന് തെളിവ് പ്രാപിക്കുന്ന ദീപങ്ങളായ ദൈവസഭകൾ സ്വർഗാസ്വർഗത്തിൽ പ്രകാശിതമാകുന്നു. അതിന് അധികാരത്തിലുള്ള ബന്ധത്തിൽ 24 മൂപ്പന്മാരും സുഷബന്ധത്തിൽ 4 ജീവികളും അവർ പിതാവാം ദൈവത്തെ പുത്രനാം ദൈവത്തെ ആരാധിക്കുന്നു. 5-ാം അധ്യായത്തിൽ സകല സൃഷ്ടികളും സ്വർഗത്തിലെ ദൈവത്തെ പുത്രനെയും പിതാവാം ദൈവത്തെ ആരാധിക്കുന്നത് വെളിപ്പെടുത്തുന്നു. അവിടെ വ്യത്യസ്തമായിട്ടുള്ളത് ആദിജാതന്മാർ സഭ അവിടെ എത്തിച്ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ആരാധനയിൽ മാറ്റം വരികയാണ്. ആ മാറ്റം വരുത്തുന്നത് ദൈവമക്കൾ അവിടെ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതയാണ്. അപ്പോൾ ആ സിംഹാസന ചുറ്റും നിൽക്കുവാനുള്ള വലിയ പദവിയും അവകാശവും ലഭിക്കുന്ന ദൈവസഭയോട് എത്തിച്ചേരുമ്പോൾ ഭൂമിയിലേക്ക് ആകാശത്തിൽ നിന്ന് അഥവാ പർദീസിൽ നിന്ന് തള്ളി താഴെയിടുന്ന അവിടെ നടക്കുന്ന യുദ്ധത്തിൽ പരാജിതനായി വീഴുന്ന സാത്താൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ ദൂതന്മാർ എന്താണ് ഭൂമിയിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത സംഭവത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത്. വരാൻ പോകുന്ന സംഭവങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 3.5 വർഷക്കാലമാണ് സാത്താനിക മഹോപദ്രവം എന്നുള്ളത് വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ 7 മുതൽ അതിൻ്റെ 18 വരെയുള്ള വാക്യങ്ങളെ വിശകലനം ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ വചനം തുടർന്ന് പഠിപ്പിക്കുമ്പോൾ എന്നോടൊപ്പം ആയിരിക്കണമേ എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഏതെങ്കിലും ന്യായമായ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാമെങ്കിൽ, അറിയിക്കാമെങ്കിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഭാഷയിലും വിധത്തിലുമാണ് ഈ ക്ലാസ്സുകൾ പരിശുദ്ധാത്മാവ് നയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തക പഠനം നമ്മുടെ കർത്താവിൻ്റെ കൃപയാൽ നമ്മളിപ്പോൾ 5 അധ്യായം വരെയുള്ള തുടർമാനമായ പഠനം നമ്മൾ നടത്തി. 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുവാനിടയായിത്തീർന്നു. ഇന്ന് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് സാത്താനിക മഹോപദ്രവമുള്ള ബന്ധത്തിൽ അതിൻ്റെ 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മളിതിനകത്ത് 7 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. അതിലൊന്നുകൂടി എന്താണ് സാത്താൻ സംഭവിക്കുന്നത്, ദൂതന്മാർക്ക് സംഭവിക്കുന്നതെന്ന് ഒന്നുകൂടി ചിന്തിച്ചിട്ട് നാം തുടർന്നുള്ള ഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നതായിരിക്കും. അതിൻ്റെ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ 3.5 വർഷത്തേക്ക് ഓടിപ്പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ 12-ാം അധ്യായത്തിലെ പ്രധാന മധ്യാകാശ പ്രത്യക്ഷ ബന്ധത്തിൽ നമ്മൾ യുദ്ധത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ച് നാം വായിച്ചിരുന്നു, പഠിച്ചിരുന്നു. അതേക്കുറിച്ച് നാം മനസ്സിലാക്കിയിരുന്നു. അന്ന് നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചും ദൈവത്തിനെ കുറ്റം പറയുന്ന അപവാദിയെ തള്ളിയിട്ടു എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. അപ്പോൾ സാക്ഷ്യവനും ഗേതുവായിട്ടും ജയിച്ചു എന്ന് പറഞ്ഞാൽ ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ,
ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളെന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതാണ് നാം പഠിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. അപ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭയുടെ എടുക്കപ്പെടലും അനന്തര സംഭവങ്ങളുള്ള ബന്ധത്തിൽ സാത്താൻ ആകാശത്ത് നടക്കുന്ന യുദ്ധത്തിൽ, മധ്യാകാശ യുദ്ധത്തിൽ പരാജിതനായി ഭൂമിയിലേക്ക് വീഴുമ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവർ സന്തോഷിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അത് മറ്റാരുമല്ല, വിശുദ്ധന്മാരുടെ ആത്മാക്കൾ 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലും ഉണ്ട്. അവരാണ് സന്തോഷിക്കുന്നത്. എന്നാൽ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടമെന്ന് പറഞ്ഞത് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്കും അതുപോലെ സമുദ്രത്തിലെ തിമിംഗലങ്ങൾക്കൊന്നുമല്ല അവിടെ ചെന്ന് അവൻ അപവാദം നഷ്ടം വരുത്താൻ പോകുന്നത്. ഇവിടെ സമുദ്രത്തിന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള നീതിമാന്മാരുടെ ആത്മാക്കൾ നിത്യ യോഗ്യതയായിട്ടുള്ളവർ അവർ വിശ്രമിക്കുന്നുണ്ട്. അവിടെ സ്വസ്ഥത കെടുത്താൻ വേണ്ടി ഭൂമിയിലും സമുദ്രത്തിലുമായി സാത്താൻ്റെ പ്രവർത്തനം അത് അവൻ വ്യാപിപ്പിക്കുന്നതിനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ചുള്ള ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഈ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന സ്ത്രീ ആരാകുന്നു, ആ സ്ത്രീ എന്താണെന്നും മരുഭൂമി എന്താണെന്നും ഒക്കെയുള്ളതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നമുക്കുണ്ട്. എങ്കിലും അതിൻ്റെ പഠനത്തിലേക്കാണ് നാം തുടർന്ന് പ്രവേശിക്കുന്നത്. വെളിപ്പാട് അതിൻ്റെ 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ, ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അധ്യായക്രമത്തിലല്ല പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇത് സംഭവം ഒന്ന് തന്നെയാണ്. 12-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള കാര്യങ്ങൾ ഒരുപോലെ നടക്കുന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ ഈ സാത്താന്യ മഹോത്സവത്തിന് നാം പ്രാധാന്യത കൊടുക്കുന്നതിനേക്കാൾ നാം പ്രാധാന്യത കൊടുത്തത് എടുക്കപ്പെടുന്ന സഭ എവിടെ എന്നുള്ള വിഷയത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നാം അധ്യായം 4-ഉം 5-ഉം അധ്യായം പഠിപ്പിച്ചത്. അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് നടക്കുന്ന സംഭവമാണ്. അത് 12-ാം അധ്യായം പഠിപ്പിച്ചിട്ട് വേണമെങ്കിൽ സാത്താന്യ മഹോത്സവം നമുക്ക് പഠിപ്പിക്കാം. പക്ഷേ അതിൽ സഭ എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ആൺകുട്ടിയെ പ്രസവിച്ച് കുട്ടി സ്വർഗീയ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളത്, ദൈവസഭ എടുക്കപ്പെട്ടു എന്നുള്ളത് അതിനോടനുബന്ധമായി പഠിപ്പിച്ചു പോയെങ്കിൽ മാത്രമേ അതിനൊരു വ്യക്തത കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് 12-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ തുടർന്ന് പഠിക്കാതെ നാം വേഗത്തിൽ തന്നെ എടുക്കപ്പെടുന്ന സഭ എവിടെ എന്നുള്ള വിഷയത്തോട് ബന്ധത്തിൽ 4-ഉം 5-ഉം അധ്യായങ്ങൾ പഠിക്കുവാൻ നമ്മൾ പഠിച്ചത്. അല്ലെങ്കിൽ ഇവിടെ ഈ 6-ാം വാക്യത്തിലെ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ തുടർന്ന് നമുക്ക് പഠിപ്പിക്കാം. കാരണം ഇത് രണ്ടും ഒരുപോലെ നടക്കുന്ന സംഭവമാണ്. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ സാധാന്യ മഹോത്സവം 3 വർഷം നടക്കും. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നമ്മൾ എവിടെ ചെല്ലുന്നു എന്നുള്ളതല്ലേ. അതുകൊണ്ടാണ് 4-ഉം 5-ഉം അധ്യായങ്ങൾ ഇതിന് മുമ്പേ പഠിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് വചനവിരുദ്ധമോ അല്ലെങ്കിൽ ഇതിന് ദുരുപദേശമോ അല്ലെങ്കിൽ ബൈബിളിനെ ഖണ്ഡിച്ചു കളയുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നാം അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് അനുസരിച്ച്, പ്രാധാന്യം അനുസരിച്ച് നാം അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയെടുക്കുന്നു എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും 1/2 കാലവും പോറ്റി രക്ഷിച്ചു. ഇവിടെ ഇത് വായിക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നത് 1260 ദിവസമാകുന്നു. വെളിപ്പാട് ദിവസം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവീയ സംരക്ഷണം സ്ത്രീക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരുക്കുന്നത് 1 കാലവും 2 കാലവും 1/2 കാലവുമാകുന്നു. ഇപ്പോൾ സാധാന്യ മഹോത്സവം 3.5 വർഷക്കാലമാണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയുള്ള വചനമാണ് ഇവിടെ എടുക്കുന്നത്. 3.5 വർഷമാണ് സാധാരണ. പൊതുവെ സാധാരണ എല്ലാം ചിന്തിക്കുന്ന 7 വർഷമെന്നാണ് സാധാന്യ മഹോത്സവം. അപ്പം അങ്ങനെ 7 വർഷത്തെ ഒരു കാര്യത്തെ ഒന്നായിട്ട് പഠിക്കാനുള്ളതല്ല. സാധാന്യ മഹോത്സവം 3.5 വർഷം കഴിഞ്ഞിട്ടാണ് എതിർ ക്രിസ്തുവിൻ്റെ പഠനം സംഭവിക്കുന്നത്. അല്ലാതെ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അന്നേരം തന്നെ അടുത്ത ദിവസം തന്നെ എതിർ ക്രിസ്തുവിടെ ഭരണത്തിൽ വരത്തില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കപ്പെടണം.
അപ്പം അതിനുള്ള പശ്ചാത്തലം ഒരുക്കിയെടുക്കുന്നതാണ് 3.5 വർഷം. ഈ 3.5 വർഷം സാത്താനിക മഹോത്തരമായി പിശാചിൻ്റെ ഭരണം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അവൻ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളാണ് സാത്താനിക മഹോത്തരം എന്ന പേരിൽ 3 വർഷം അറിയപ്പെടുന്നത്. അപ്പം അതേക്കുറിച്ച് നമ്മളിവിടെ വളരെ കാര്യമായ രീതിയിൽ നമ്മൾ ചിന്തിക്കും. മഹോത്തര സാത്താനിക മഹോത്തരത്തിൻ്റെ കാലത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 3 വർഷമാണെന്നുള്ള തെളിവുകളാണ് 12-ാം അധ്യായം 6-ാം വാക്യം. വെളിപ്പാട് 12-ാം അധ്യായം 6-ാം വാക്യം. 12-ാം അധ്യായം 14-ാം വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്, ദൈവിക സംരക്ഷണ സ്ത്രീക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരുക്കുന്നത് 1 കാലവും 2 കാലവും അരക്കാലവും അവളെ പോറ്റി രക്ഷിച്ചെന്നാണ്. 1 കാലം 1 വർഷം, 2 കാലം എന്നുള്ള 2 വർഷം, 2 1 3, അരക്കാലം എന്നുള്ള 3.5 വർഷം. അപ്പം ഇതിനെ ദിവസക്കണക്കിൽ പറഞ്ഞിട്ടുണ്ട്, വർഷക്കണക്കിൽ പറഞ്ഞിട്ടുണ്ട്, മാസത്തിൻ്റെ കണക്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും തെളിവ് നിരത്തി പഠിപ്പിക്കുമ്പോൾ എത്ര കൃത്യമായ കാര്യമാണ് ഈ 3.5 വർഷം എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അതേ കാലയളവിലാണ് ജാതികൾ വിശുദ്ധ നഗരത്തെ ചവിട്ടിക്കളയുന്നത്. അത് 42 മാസമാണ്. അത് വെളിപ്പാട് 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനോട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. 2 സാക്ഷികൾ അവരുടെ ശുശ്രൂഷ തേയിക്കുന്നതും 1260 ദിവസമാകുന്ന ഈ കാലയളവിലാണ്. വെളിപ്പാട് 11-ാം അധ്യായം 3-ാം വാക്യം. 3.5 വർഷത്തെ മഹോദ്രവ കാലയളവിന് ശേഷം ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെക്കുറിച്ചുള്ള യാതൊരുവിധ പരാമർശവും വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞ ശേഷമായി ഈ 3.5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയെ പിന്നീട് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല, കാണുന്നില്ല. അതിൻ്റെ അർത്ഥം മീതെയുള്ള യെരൂശലേമിലുണ്ടാകുന്ന വിശുദ്ധന്മാർ, 1-ാം സ്വർഗ്ഗത്തിലെയും 2-ാം സ്വർഗ്ഗത്തിലെയും വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിക്കുന്നതിന് ശേഷമായി പിന്നീട് അവിടെ വിശുദ്ധന്മാരുടെ മരണാന്തരങ്ങളില്ല, പിന്നെയുള്ളത് ഭൂമിക്ക് കീഴിലാണ്. അതുകൊണ്ടാണ് ആ മീതെയുള്ള യെരൂശലേമിനെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കുന്ന സ്ത്രീ അപ്രത്യക്ഷമാകുന്നത്. എന്നാൽ അവളുടെ സന്ധ്യയിൽ ശേഷിപ്പെടുന്നവരാണ് ഈ പറയുന്ന 2 ഒലിമരവും 2 നിലവിളക്കിൽപ്പെടുന്നത്. അതേക്കുറിച്ച് നമ്മളിവിടെ നാം തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് അതേക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പുത്രത്വം പ്രാപിക്കുന്ന ആദിജാതന്മാരുടെ സഭയെ ഇവിടെ ആലങ്കാരിക ഭാഷ ഒരു ആൺകുട്ടി മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടെന്ന് പറയുന്നതും, സ്ത്രീ എന്ന് പറയുന്ന ആൺകുട്ടി എന്ന് പറയുന്നത്, മഹാസർപ്പം എന്ന് പറയുന്നത് മരുഭൂമി എന്ന് പറയുന്നതൊന്നും വാസ്തവത്തിൽ അങ്ങനെയുള്ളതൊന്നുമില്ല. നമുക്കിതിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി, അല്ലാതെ ഇപ്പോൾ ആകാശത്തിലേക്ക് നോക്കി അവിടെ മഹാസർപ്പം വെളിപ്പെടുകയൊന്നുമില്ല. അവിടെ ഇവിടുന്ന് ആൺകുട്ടിയെ കൊണ്ടുപോകുന്നതിലല്ല കൊണ്ടുപോകുന്നത്, ആൺകുട്ടിയായിട്ടല്ല പോകുന്നത്. എന്നാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി അത് തന്നിരിക്കുന്നു. മഹാസർപ്പോട് വാവിളിൽ നിൽക്കുന്നൊന്നുമില്ല. ഇതൊക്കെ കാണിക്കുന്നത് മരുഭൂമി എന്ന് പറഞ്ഞാൽ ഇവിടെ അന്നേരം തന്നെ വരണ്ട മരുഭൂമി വരുന്നത്. ഇതൊക്കെ ആത്മീയ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊക്കെ തികച്ചും ഈ പദപ്രയോഗങ്ങൾ തികച്ചും ആലങ്കാരികമാണ്, ഉപമയാണ്, സദൃശ്യ വാക്കുകളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ അക്ഷരികമായി നഗ്നനിറങ്ങൾ കാണുവാനോ ദർശിക്കുവാനോ സ്വർഗ്ഗത്തിലോ ഭൂമിയിലോ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ പ്രധാന സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മഹാസർപ്പം ഭൂമിയിലോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ കാണണ്ടേ? എല്ലാവരും ആർക്കും കാണാൻ പറ്റുമോ? കാണത്തില്ല. അപ്പം അവിടെ നിന്ന് മഹാസർപ്പം ഭൂമിയിലേക്ക് വന്ന് വീണെന്ന് പറയുമ്പം എന്നാൽ പിന്നെ ആ മഹാസർപ്പം ഭൂമി വീണടക്കില്ലെന്ന് വിചാരിക്കും. അങ്ങനെ നമുക്കത് കാണാൻ കഴിയത്തില്ല. അതിനെ അങ്ങനെ വെളിപ്പെടുത്തിയല്ല പിന്നെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും? സാധാരണ ആത്മാവാണ്, അവൻ ദുരാത്മാവാണ്, ദുഷ്ടാത്മാവാണ്. അവനൊരു ഫിസിക്കൽ ബോഡിയുണ്ട്. ആ ബോഡി അത് കള്ളപ്രവാചനും എതിർക്രിസ്തുവും ഉൾപ്പെടുന്ന ഒരു പൈശാചിക ത്രിമൂർത്തി ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അത് ഭൂമിയിലേക്ക് വന്ന് വീണെന്ന് പറയുമ്പോൾ അതിവിടെ കാണത്തില്ല, അതിൻ്റെ നമുക്കത് കാണാൻ കഴിയത്തില്ല. അപ്പം ആൺകുട്ടി എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ആൺകുട്ടി പോകുമെന്നല്ല ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അത് ആ സ്ത്രീ പ്രസവിക്കുന്ന ഒരു ആദിജാതന്മാരുടെ സഭയെ വെളിപ്പെടുത്താൻ വേണ്ടി ആൺകുട്ടിയോട് ബന്ധത്തിൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് അത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ആരും തന്നെ ഇങ്ങനെ ഈ സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഇവിടെ മഹാസർപ്പം വന്ന് വീഴും, അതിൽ മഹാസർപ്പം വന്ന് വീഴുന്നത് കാണാൻ വേണ്ടി ആരും നോക്കിയിരിക്കുമെന്ന് വേണ്ട. ഇവിടുത്തെ ഒരു ഉപകരണങ്ങൾ ഉപയോഗിച്ചും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇതെല്ലാം സംഭവിക്കുന്നതാണെന്നുള്ളതും നമുക്കത് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പാതവിടം എന്ന ഭൂമിയെ മരുഭൂമി ആയിട്ടാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവെന്ന ആനന്ദ ജലനദി സ്വർഗാസ്വർഗത്തിലേക്ക് തിരികെ കരയേറിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ അന്നേരം ഒരു ചോദ്യം നമുക്ക് വരും,
നിങ്ങൾ ചോദിക്കുന്നില്ല, ചോദിക്കണം. ഈ കർത്താവിൻ്റെ സഭ സ്ഥാപിക്കുന്നതിന് മുമ്പായിട്ടും പരിശുദ്ധന്മാർ പ്രവർത്തിച്ചിരുന്നില്ലല്ലോ. അന്നേരം അത് എന്തുകൊണ്ട് അതിനെ മരുഭൂമി എന്ന് പറഞ്ഞില്ല? അല്ലേ? ന്യായമായ ചോദ്യമാണ്, ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഇവിടെ ആനന്ദ നദിയാകുന്ന പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവ് നദി എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇത് മരുഭൂമിയായി മാറും എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിന് മുമ്പ്, പെന്തക്കോസ്ത് നാളിന് മുമ്പ് പഴയ നിയമത്തിൽ ഒന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ആത്മീയ മരുഭൂമി എന്ന് പറഞ്ഞില്ല? പിന്നെന്താണ് സഭ എടുക്കപ്പെട്ട ശേഷം ഇതിനെ മരുഭൂമി എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ദൈവസഭയുടെ ആരംഭം മുതൽ നിർമ്മല കന്യകയുടെ എടുക്കപ്പെടൽ വരെയാണ് പരിശുദ്ധാത്മാവാം ദൈവം ഭൂമിയിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ പരിശുദ്ധാത്മാവ് ഒരുക്കപ്പെട്ട സഭയുമായി സ്വർഗാസ്വർഗത്തിലേക്ക് കരയേറപ്പെടുകയും ചെയ്യും എന്ന് നമ്മളിത് ഒരു ചിന്തിപ്പാട്ടിടയായി തീർന്നു. എന്നാൽ ഈ കാലഘട്ടത്തിന് ശേഷമായിട്ട് മറ്റേത് കാലഘട്ടത്തെക്കാളും സാത്താൻ മുഴുബലത്തോടെ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് ഈ പരിശുദ്ധന്മാർ ഇവിടുന്ന് എടുക്കപ്പെട്ട ശേഷമുള്ള കാലഘട്ടം. അതിനെ തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത് അന്നും പ്രവാചകന്മാരും ഒക്കെയാണ് ഇതിനെ അവിടെ ദൈവജനത്തെ ഒരുക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ മുഴുവലത്തോടെ സാത്താൻ അവിടെ വന്നിട്ടിരുന്നില്ല. കാരണം അവൻ്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു ആകാശം. ആകാശത്തിൽ അനുസരണക്കേണ്ട ശക്തിയായിട്ടാണ് അവൻ പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ അഗാധത്തിൽ അവൻ്റെ പ്രവർത്തികൾ ഉണ്ട്. അപ്പോൾ പരദീസം മുതൽ അവൻ്റെ ഇരിപ്പിടം വരെയുള്ള അഗാധങ്ങൾ വരെയുള്ള സ്ഥലങ്ങളിൽ അവൻ സഞ്ചരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന് ഭൂമിയെ കേന്ദ്രീകരിച്ചല്ല പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അഥവാ പർദീസിൽ തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ പ്രവർത്തന പരിധി മുഴുവനും ഭൂമിയെ കേന്ദ്രീകരിച്ച് ഉള്ള താഴേക്കുള്ള ഭാഗത്തേക്കായതുകൊണ്ടാണ് ആ സമയത്ത് പരിശുദ്ധന്മാർ ഇവിടെ വ്യാപരിക്കാത്തത് കൊണ്ടുമാണ് ഇതിനെ ആത്മീയ മരുഭൂമി എന്ന് നമ്മൾ ആലങ്കാരിക ഭാഷയിൽ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയെ മാത്രം കേന്ദ്രീകരിച്ച് സാത്താൻ്റെ വഞ്ചനയുടെ പ്രവൃത്തി പൂർണ്ണതോതിൽ ചെയ്യുന്ന സമയത്ത് അതിനെ തടയാൻ പരിശുദ്ധാത്മാവ് ഇവിടെ നേരിട്ടില്ല എന്നതുകൊണ്ടാണ് ഇതിനെ ആത്മമരുഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിലാണ് ആത്മമരുഭൂമി എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സാത്താനിക മഹത്വത്തെക്കുറിച്ച് വളരെ കൃത്യതയാർന്ന ചില വെളിപ്പെടുത്തലുകളാണ് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ഒന്ന്, വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൻ്റെ പഠനം പഠിച്ചാൽ നമ്മുടെ ഒരുപാട് സംശയങ്ങൾ മാറിയിരിക്കണം. അതിനുവേണ്ടി നാം പഠിക്കുന്നത്. അനേകം ചോദിക്കുന്ന ചോദ്യമാണ്, സാത്താനിക മഹത്വത്തിന് മുമ്പ് സഭ എടുക്കപ്പെടുമോ? പോസ്റ്റ് ട്രിബുലേഷൻ ആണോ? പ്രീ ട്രിബുലേഷൻ ആണോ? മിഡ് ട്രിബുലേഷൻ ആണോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ. മഹോത്സവത്തിന് മുമ്പ്, മഹോത്സവത്തിന് നടുക്ക്, മഹോത്സവത്തിന് ശേഷം. ഈ 3 സമയങ്ങളിൽ ഏതിലാണ് ദൈവസഭ എടുക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം പ്രബലമായ ചോദ്യമാണ്. പ്രീ, മിഡ് ഓർ പാസ്റ്റ്? പ്രീ ട്രിബുലേഷൻ ആണോ? മിഡ് ട്രിബുലേഷൻ ആണോ? പാസ്റ്റ് ട്രിബുലേഷൻ ആണോ? വെളിപ്പാട് 12-ാം അധ്യായം പഠിച്ചവർക്ക് പറയാൻ കഴിയും. ഇതിനകത്ത് നാം മനസ്സിലാക്കിയത് ആദിജാതന്മാരുടെ സഭ അഥവാ തികവ് പ്രാപിക്കുന്ന സഭ സാത്താനിക മഹോത്സവത്തിലൂടെ കടന്നു പോകത്തില്ല. എന്നാൽ ആഗോള സഭയുടെ ശേഷിപ്പ് മഹോത്സവത്തിലൂടെ കടന്നു പോകും. ഏത് ക്രിസ്തുവിൻ്റെ പഠനത്തിലൂടെ കടന്നു പോകും. അപ്പോൾ സഭ സാത്താനിക മഹോത്സവത്തിലൂടെ കടന്നു പോകുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വ്യക്തമായി മനസ്സിലാക്കണം. ഒന്ന്, ദൈവസഭയുടെ തികവ് പ്രാപിക്കുന്ന ആദിജാതന്മാരുടെ സഭ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് ഒരുക്കി കൊണ്ടുപോയ ശേഷമാണ് ഈ ഭൂമി ആത്മീയ മരുഭൂമിയാകുന്നത്, സാത്താൻ പാതവിടമാകുന്നത്. അന്ന് മുതലാണ് സാത്താനിക മഹോത്സവം ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞാടിൻ്റെ മണവാട്ടി
പട്ടികയിൽപ്പെടുന്ന ഒരൊറ്റ വ്യക്തി പോലും ഭൂമിയിൽ കാണത്തില്ല. കാര്യം മനസ്സിലാക്കി വ്യക്തമാക്കി പോകണം. എന്നാൽ കുഞ്ഞാടിൻ്റെ മണവാട്ടിയുടെ തോഴിമാരുടെ ഗണത്തിൽപ്പെടാനുള്ളവരും തോഴന്മാരുടെ ഗണത്തിൽപ്പെടാനുള്ളവരും അവൻ്റെ കല്യാണ സദ്യക്ക് പങ്കെടുക്കാനുള്ളവരൊക്കെ ഭൂമിയിൽ ശേഷിച്ചിരിക്കും. ഇവിടെ ഭൂമി കാണും. അവിടെ എണ്ണം തികഞ്ഞിട്ടില്ല. ആരൊക്കെ അവിടെ ശേഷിക്കുന്നത്? തോഴിമാരുടെ ഗണത്തിൽപ്പെടാനുള്ള സഭയുടെ ശേഷിപ്പ് കാണും. അതുപോലെ തന്നെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ബുദ്ധിയുള്ള കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്നവർ കാണും. നിത്യ യോഗ്യതയായിട്ടുള്ളവരും ഭൂമിയിൽ ശേഷിച്ചിരിക്കും. അതിൻ്റെ അർത്ഥം 60 മേനിയിലുള്ളവരും 30 മേനിലുള്ളവരും ഭൂമിയിൽ ശേഷിച്ചിരിക്കും. കല്യാണ സദ്യ പങ്കെടുക്കുന്നവർക്കും നിത്യനുള്ളവർക്കെല്ലാം ഒരേ കാറ്റഗറി, പിന്നെ അവർക്ക് സ്ഥാനമാനം കിട്ടുന്ന വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ദൈവസഭയുടെ 100 മേനിയിലുള്ളവർ മാത്രമാണ് എടുക്കപ്പെടുന്നത്. 60 മേനിയിലും 30 മേനിയിലുള്ളവർ ഭൂമിയിൽ ശേഷിച്ചിരിക്കും. പഴയ നിമിഷത്തിന്മാരിൽ ഇസ്രായേലിനുള്ള ബന്ധത്തിലുള്ളവരാരും എടുക്കപ്പെടുന്നില്ല. എടുക്കപ്പെടുന്ന ഇസ്രായേലിനുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ന്യായപ്രമാണത്തിലുള്ള ബന്ധത്തിലുള്ളവരാരും എടുക്കപ്പെടുന്നില്ല. ഇസ്രായേലിൽ നിന്ന് സഭയുടെ ഭാഗമായി തീർന്ന ആദിജാതന്മാരുടെ സഭയിൽപ്പെടുന്നവർ മാത്രമാണ് കർത്താവിൻ്റെ മധ്യാകാശ എടുക്കപ്പെടുന്നത്. അപ്പോൾ സഭ എടുക്കപ്പെടുമോ, സഭ ചേർക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് മണവാട്ടി സഭ അഥവാ ആദിജാതന്മാരുടെ സഭ അവര് സാത്താനിക മഹോത്വത്തിലൂടെ കടന്നു പോകത്തില്ല. എന്നാൽ ആഗോള സഭയുടെ ശേഷി പാലിക്കുന്ന 2 നിലവിളക്കുകളെ പ്രദാനം ചെയ്യുന്നവരും 5 ബുദ്ധിയുള്ള കൈവിളക്കുകളെ പ്രദാനം ചെയ്യുന്നവരും ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കും. അതുപോലെ സുവിശേഷത്തിന് അവസാന ശേഷിപ്പുള്ള ചെറിയ സഹോദരന്മാരിവിടെ ഉണ്ടായിരിക്കും. അവരോട് ഭൂമിയിൽ ശേഷിച്ചിരിക്കും. അപ്പോൾ സഭയുടെ ശേഷിപ്പ് ഭൂമിയിൽ ഉണ്ടായിരിക്കും. സഭയുടെ തികവാകുന്ന വിശുദ്ധന്മാർ ഇവിടെ ഭൂമിയിൽ കാണത്തില്ല. അതുകൊണ്ട് കാന്തയാകുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടി സഭ മഹോത്സവത്തിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുന്ന കാന്തയാകുന്ന മണവാട്ടി സഭ മഹോത്സവത്തിലൂടെ കടന്നു പോകുന്നില്ല. എന്നാൽ ദൈവസഭയുടെ ശേഷിപ്പാകുന്ന ഭൂമിയിലൂടെ ഇതിലൂടെ കടന്നു പോകും. കന്യകമാരുടെ ഗണത്തിൽപ്പെടുന്നവരും ബുദ്ധിയുള്ള 5 കന്യകമാരും അതിനോടനുബന്ധമായ നിത്യയോഗ്യരായിട്ടുള്ള ഒരു സഭയുടെ സുവിശേഷത്തിന് ശേഷിപ്പുള്ളവരും ഈ അന്ന് ജീവനോടിരിക്കുന്നവർ ഉൾപ്പെടുന്നവർ ഈ സാത്താരിക മഹോത്സവത്തിലൂടെ കടന്നു പോകും. ഒരേ ക്രിസ്ത്യൻ ഭരണത്തിലൂടെ കടന്നു പോകേണ്ട ഒരാൾ ഉണ്ടായിരിക്കും. മഹോത്സവത്തിലെ കാലയളവിൽ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്ധ്യയിലെ ശേഷിപ്പിൽ 2 കൂട്ടരാണുള്ളത്. ഒന്ന്, ദൈവകൽപ്പന പ്രമാണിക്കുന്ന പഴയ നിയമസാക്ഷികൾ. 2, യേശുവിൻ്റെ സാക്ഷ്യമാകുന്ന സുവിശേഷത്തിൻ്റെ വക്താക്കളാകുന്ന പുതിയ നിയമസാക്ഷ്യത്തെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അതിപ്പോൾ അതിൻ്റെ ആധികാരികമായ നിലവാരത്തിൽ ഇന്ന് നമ്മളത് പഠിക്കുകയാണ്. അതെവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 12-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാകാതെ ഇന്നും പ്രീ ആണോ പോസ്റ്റാണോ മിഡാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് വചനം വായിച്ച് 12-ാം അധ്യായത്തിൻ്റെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്ന് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. വളരെ വ്യക്തമായ രീതിയിൽ വചനത്തിൻ്റെ തെളിവ് തന്നിരിക്കുകയാണ്. പിന്നെ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കണം, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം. അതിൻ്റെ കാതലായ ഭാഗം താക്കോൽ വാക്യം കിട്ടി മനസ്സിലായി ഈ ആൺകുട്ടി ആരാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. അവളുടെ സന്തതിയെ ശേഷിച്ചിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സന്തതി ശേഷിച്ചിരിക്കുന്നതോടല്ല. ചിലർ സ്ത്രീയെ നക്ഷത്രവും സൂര്യനും ചന്ദ്രനും കണ്ടു കഴിഞ്ഞാൽ അന്നേരം അത് ഇസ്രായേലായിട്ട് മാത്രമേ കാണുകയുള്ളൂ. അവർക്ക് പിന്നെ ഇസ്രായേലിനെ വിടാൻ പറ്റത്തില്ല. ഇവിടെ അത് ഇസ്രായേലാണെങ്കിൽ ഇസ്രായേലിനെ പ്രസവിക്കുന്ന ബാക്കിയുള്ള ആരാ ഉള്ളത്? ആൺകുട്ടി ഏതാ? യേശു ക്രിസ്തുവാണ് ഇസ്രായേൽ പ്രസവിക്കുന്ന ആൺകുട്ടി. ഇസ്രായേൽ പ്രസവിക്കുന്ന 144,000 അന്ന് ആൺകുട്ടിയെ പ്രസവിച്ചത്. ഒരാണോ? അല്ലല്ലോ. ആ ഇസ്രായേൽ ആണെങ്കിൽ അതിൻ്റെ അകത്ത് സുവിശേഷത്തെ അനുസരിക്കുന്നവരുണ്ടോ? യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുണ്ടോ? ഇല്ല. ഇസ്രായേൽ യേശുവിനെ അംഗീകരിക്കുന്നില്ലല്ലോ. ഇവിടെ അതുകൊണ്ടാണ്
ദൈവകൽപ്പന അവളുടെ സന്തതി ശേഷിപ്പുള്ള മഹാസർപ്പ സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്നു. സാത്താൻ കടൽപ്പുറത്തെ മണൽമേൽ നിന്ന് യുദ്ധം ചെയ്യുന്നത് സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പെടുന്നത്, പറഞ്ഞാൽ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരിൽ രണ്ടു കൂട്ടരുണ്ട്. ഞാൻ ഈ വായിക്കുന്നത് ഇത് മലയാളത്തിലല്ലേ വായിച്ച് കേൾപ്പിക്കുന്നത്, മലയാളത്തിലല്ലേ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത് ആണല്ലോ. എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാലും പിന്നീട് അവസാനവും പിന്നീട് ചോദ്യം ചോദിക്കും, സഭ എടുക്കപ്പെടുന്നത് എപ്പോഴാ? ഭഗവദ്ഗീതത്തിലാണോ, അതിന് മുമ്പാണോ, പിമ്പാണോ, നടുവിലാണോ എന്ന് ചോദിക്കും. ഇത് മനസ്സിലാകാത്തതുകൊണ്ടാണോ, അതോ ഇത് ഗ്രഹിച്ചെടുക്കേണ്ട എന്നുള്ളൊരു ചിന്ത വെച്ചിരിക്കുന്നതുകൊണ്ടാണോ? അങ്ങനെയാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ന്യായമായത് പറയുമ്പോൾ അത് ന്യായമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ചെടുക്കുക എന്നുള്ളത് ഹൃദയവിശാലതയുള്ളവരുടെ ഒരു സ്വഭാവമാണ്. സത്യമാണ്, ന്യായമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കിയത്, അത് നിർബന്ധിച്ചോ അടിച്ചേൽപ്പിച്ചോ ഉള്ളതല്ല. ന്യായമാണ്, അത് വിശ്വസിക്കാം, അംഗീകരിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് മനസാക്ഷി തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏത് മനുഷ്യൻ ചെയ്യുന്ന കാര്യം. പിന്നെ നാളെയും ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ എനിക്കതിനകത്ത് ഉത്തരവാദിത്തമില്ല. നിങ്ങളെ ബാക്കിയുള്ളത് ദൈവം അത് മനസ്സിലാക്കി കൊടുക്കട്ടെ. അത് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ദൈവസഭയുടെ ഉൾപ്രാവണ കാര്യത്തെക്കുറിച്ച് മീതൽ രക്ഷയും പ്രസവിക്കുന്നതാണെന്നുള്ളതിനെക്കുറിച്ച് യശയ്യാപ്രവചനം 66-ാം അധ്യായത്തെ അടിസ്ഥാനമാക്കിയും ഉത്തമഗീതത്തെ അടിസ്ഥാനമാക്കിയും ഇങ്ങനെ നിരവധി വചനത്തെ അടിസ്ഥാനത്തിൽ വളരെ കാര്യമായ രീതിയിൽ 7 പൊന്നലുള്ളക്കുള്ള ബന്ധത്തിലുള്ള ആഗോള സഭ എടുക്കപ്പെടുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കാനായി തുടങ്ങും. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു, അന്നേരം ഞാൻ പറയുന്നു, സഭയുടെ മുഴുവൻ ആൾക്കാരും എടുക്കപ്പെടത്തില്ല. നീ എല്ലാവരും കൂടി അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് തീരുമാനിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പറയും അങ്ങനെ എല്ലാവരും എടുക്കപ്പെടത്തില്ല എന്ന് പറയും. അത് ഞാൻ ഒറ്റപ്പെട്ടാലും കുഴപ്പമില്ല. ഇത് യൂട്യൂബിൽ റെക്കോർഡ് ചെയ്തോട്ടെ. നിങ്ങളെല്ലാവരും കൂടി പറയുക സഭ എല്ലാവരും എടുക്കപ്പെട്ടെന്ന് പറഞ്ഞാലും ഞാൻ ഈ വചനത്തെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രിയിൽ ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ആത്മാവിൻ്റെ നിറവിലും ആ പഠനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നു. അങ്ങനെ എല്ലാവരും എടുക്കപ്പെടത്തില്ല. അന്ന് തികവുള്ളവർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. ആൺകുട്ടിയോട് ആദിജാതന്മാരുടെ സഭയിൽപ്പെടുന്നവർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് എന്ന് പറഞ്ഞാൽ സഭ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ 3.5 വർഷക്കാലത്തേക്ക് ഇവിടെ സാത്താനിക ബോധത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിനുശേഷം ഇത് ക്രിസ്ത്യൻ പഠനമാണ്, അതേക്കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ സ്ത്രീയുടെ സന്തതിയുടെ ശേഷിപ്പിൽ ആരൊക്കെയുണ്ട്? ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുണ്ട്. ദൈവകൽപ്പന പ്രമാണിക്കുന്ന പറഞ്ഞാൽ യഹൂദിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, പഴയ വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ സാക്ഷ്യം ഉള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ ശേഷിപ്പ് അഥവാ പുതിയ നിയമ ആഗോള സഭയുടെ ശേഷിപ്പിനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളത്. ആവർത്തിച്ച് പറഞ്ഞ് ഞാനിതിന് ഈ ഭാഗത്തിന് ഉത്സവപ്പെടുകയാണ്. നാളെ ആര് ചോദിച്ചാലും അത് എനിക്കിത് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയത്തില്ല. കൺവിൻസ് ആയെങ്കിൽ നല്ലത്, ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സാക്ഷിയോടും ദൈവാത്മാവോട് ചോദിച്ച് ശരിയാണോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കാവുള്ളൂ എന്നുള്ളതും ഞാൻ ഇത്തരണത്തിൽ വിനയപുരസ്സരം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒരു നിർബന്ധവും ഇതിനകത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതങ്ങനെയല്ലാന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുത്. നിങ്ങളെല്ലാവരും മാറി നിന്നാലും ദൈവകൃപയാൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും സത്യമാണെന്ന് ഞാൻ വിളിച്ചു പറയും. സത്യമാണെന്നുള്ളത് അതിന് മാറ്റമില്ലാത്തതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്. ഭൂരിപക്ഷത്തെ നോക്കിയല്ല സംസാരിക്കുന്നത്. എല്ലാവരും പണ്ട് പഠിപ്പിച്ചതുപോലെ അത് അങ്ങനെ തന്നെ പഠിപ്പിക്കാനാണെങ്കിൽ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് ദൈവാത്മാവിലുള്ളത് കൊണ്ടാണ് അതിൻ്റെ വ്യത്യസ്തത വെളിപ്പെടുത്തി പോകുന്നതെന്നും ഞാൻ ഇത്തവണ അതിൽ ഓർപ്പിക്കുന്നത്. കാരണം പലർക്കും ഒരുപാട് സംശയങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ചിങ്ങനെ പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇത് എൻ്റെ ആത്മാവിൽ തെളിവായി കിട്ടിയിരുന്ന കാര്യം, മനസാക്ഷിയുടെ സത്യാവസ്ഥയിൽ അത് സത്യമായി പറയുന്നത് ആരെയും വഞ്ചിക്കാനോ ആരെയും പുറകെ കൂട്ടുവാനോ എൻ്റെ പുറകെ കൂട്ടി സഭയുണ്ടാക്കാനോ ഒന്നിനും വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഒരൊറ്റ മനുഷ്യനെ പോലും ഞാനൊരു സഭ ഉണ്ടാക്കിയതിലേക്ക് വിളിക്കുന്നവനല്ല. ഞാനൊരു പെന്തക്കോസ്ത് വിശ്വാസിയാണ്. ഞാനൊരു സഭയുടെ അംഗമാണ്.
ഞാനൊരു പ്രത്യേക സഭ ഉണ്ടാക്കാനുള്ള താല്പര്യം ഇനിയും ആവശ്യമെന്ന് കണ്ടാൽ അത് അന്നത്തെ സമയം ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഇനി സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ മാറ്റുന്നത് കണ്ടു കഴിഞ്ഞാൽ, എന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. എനിക്കത് എന്നെ പ്രശ്നമല്ല. അത് അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള വിഷയങ്ങളാകാം. എന്നാൽ അടിസ്ഥാന പ്രമാണങ്ങളെ മാറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പേര് നിൽക്കത്തില്ല. അപ്പോൾ അന്നേരം ആ സമയത്തിന് ജീവനോടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ കഥാവരം താമസിക്കാതെ. ഇപ്പോൾ പെന്തക്കോസ് സഭകളെ ഞാൻ അംഗീകരിക്കുന്നു, ആ ടീച്ചിങ്ങിനെ ഞാൻ അടിസ്ഥാന ഉപദേശത്തെ ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് നിങ്ങൾ അംഗീകരിക്കരുത്. അതിനെ മനസ്സിലാകാവുന്ന രീതിയിൽ മനസ്സിലാക്കി എടുത്തിട്ട് ഇതങ്ങനെയല്ല എന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ നിശ്ചയമായിട്ടും ആ പഠനത്തെ അംഗീകരിക്കുകയും ഞാനീ പഠിപ്പിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ് പൊതുവിൽ ക്ഷമ പറയാൻ വരെ ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ പറയാൻ കാരണം വചനാത്മാവിൽ സത്യമാണെന്നുള്ള തെളിവുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്നുകൂടി വിനയബോധനോട് പറയുന്നത്. ദൈവസഭ, മണവാട്ടി സഭ സാത്താന്യ മതത്തിൽ കടന്നു പോകത്തില്ല. എന്നാൽ ആഗോള സഭയിൽ നിന്ന് ശേഷിപ്പുള്ളവർ ഭൂമിയിൽ കാണും. അത് സംഭവിക്കാൻ പോകുന്നതാണ്. അന്നേരം നമ്മളിവിടെ ആകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമുക്ക് പോകാനുള്ള ആ താല്പര്യത്തോടെ, അലംഭാവത്തോടെ അല്ല ഇരിക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി എല്ലാവരെയും ഒരുക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമ്മളങ്ങനെ ഇപ്പോഴുള്ള സഭയിലുള്ള എല്ലാവരും ഒരുങ്ങിയാലും പുതുതായിട്ട് വിശ്വാസി വരുന്നവരെ കർത്താവ് കണ്ടോളൂ. ഇപ്പോൾ ഈ കാണുന്ന സോപ്പോളായിട്ടുള്ള എല്ലാ വിശ്വാസികളെയും കർത്താവ് എടുക്കുകയാണെങ്കിൽ സന്തോഷം. അതുകൊണ്ട് സഭയുടെ ശേഷിപ്പടി കാണത്തില്ലെന്നല്ല, സഭയുടെ ശേഷിപ്പടി ഉണ്ടായിരിക്കും. ഇന്ന് രക്ഷിക്കപ്പെടാതിരുന്നവർ കാണും. ഞാൻ പറഞ്ഞത് സഭയുടെ ശേഷിപ്പടി ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, 100 മേനിലുള്ളവർ മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇവിടെ ആവർത്തിച്ച് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, പലർക്കും സംശയമുണ്ടാകും എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്നുള്ളത്. കാരണം ഇങ്ങനെ പഠിപ്പിച്ചല്ലേ പറ്റുള്ളൂ. വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തെ വ്യാഖ്യാനിക്കണ്ടേ. അത് വ്യാഖ്യാനിക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് തെളിവുകൾ നമുക്ക് വ്യക്തമായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അംഗീകരിച്ചു പോകുന്നതല്ലേ നമുക്ക് പ്രയോജനകരമായിട്ടുള്ളത്. അത് താല്പര്യമെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് അതിനെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതും രാത്രിയിൽ ഓർത്തിരിക്കുന്നു. അപ്പോൾ സാത്താൻ അഴിച്ചുവിടുന്നത് സ്ത്രീയുടെ സന്ധ്യയിലെ ശേഷിപ്പുള്ളവരോടാണ്. 2 കൂട്ടരുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലായി. ദൈവിക പ്രവർത്തനം, അന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നേരിട്ടില്ലാത്തത് കൊണ്ട് സത്യവചനം ദുർലഭമായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ കഥ വരികയാണെന്നിരിക്കട്ടെ, ഇവിടെ പഠിപ്പിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ അവിടെ കാണും. ആരും കൊണ്ടുപോകത്തില്ല, ഇവിടെ കാണും. പക്ഷെ ഇനി അതിന് ശേഷം ഇങ്ങനൊരു പഠിപ്പീര് കിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം കിട്ടിയത് മാത്രമേ കാണുള്ളൂ. പിന്നെയുള്ള ചിന്തകളിലേക്ക് വരത്തില്ല. പിന്നെ സാത്താൻ്റെ ഉപദേശങ്ങളായിരിക്കും അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി വെളിപ്പെടുത്തി അത് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ദുരുപദേശത്തിൻ്റെ കവിഞ്ഞൊഴുക്കായിരിക്കും ഭൂമി പിന്നിലുണ്ടാകുക. ഇത് ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വചനം ശക്തിയോടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സത്യവചനം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവസഭയുടെ എടുക്കപ്പെടുന്ന ശേഷം പരിശുദ്ധാത്മാവ് ഇവിടെ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ദുരുപദേശത്തിൻ്റെ കവിഞ്ഞൊഴുക്കായിരിക്കും ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കാരണം ദുരുപദേശ ഉറവിടമായിരിക്കുന്ന പിശാച് മഹോദ്രവ കാലയളവിൽ ഭൂമിയിൽ മുഴുവലത്തോടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ആ സ്ഥിതിയാണ് ഭൂമിയുടെ മരുഭൂമി എന്ന അവസ്ഥയിൽ അതിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടിസ്ഥാന ഉപദേശങ്ങളില്ലാതെ മണന്മേൽ പണിയപ്പെടുന്ന ദുരുപദേശ സഭകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മണൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അതേക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മണൽ കർത്താവ് വീട് പണിയെക്കുറിച്ച് പറഞ്ഞു. 1, ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയെന്നവർ. 2, മണലിന്മേൽ വീട് പണിയെന്നവർ. ഈ 2 പണിയും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ആഴക്കുഴിച്ച് പാറമേൽ ക്രിസ്തുവാകുന്ന അടിസ്ഥാനമിട്ട് പണിയുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് വേർപെട്ട് ജീവിക്കുക എന്ന് പറയും. പലതും പറിച്ചു കളയണം, പലതും എല്ലാം വിട്ട് കളയണം, ശരിക്കും മരിക്കണം. എങ്കിൽ മാത്രമേ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇടാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളവർക്കും പേരുണ്ട്. ഈ മറിച്ചിടാത്ത ദോശ എന്ന് പറഞ്ഞു. ദോശ മറിച്ചിടാത്ത ദോശയ്ക്ക് തുല്യാണ്. എണ്ണം ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എബ്രീം മറിച്ചിടാത്ത ദോശ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണം കൂട്ടാൻ വേണ്ടി വേഗണ്ട, മറിച്ചിടണ്ട, ഒരു ഭാഗം മാത്രം മതി. പിടിച്ചു മുക്കും, പൊക്കോളാൻ പറയും.
അത് അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. മറുഭാഗം കൂടെ വേഗണം, അകത്തും പുറത്തും മാറ്റമുണ്ടാകണം, കർത്താവിന് പ്രയോജനപ്പെടണം. എല്ലാം ചെയ്യുന്നുണ്ട്, പാട്ടുമുണ്ട്, ആരാധനയുണ്ട്, ഹല്ലേലൂയയുണ്ട്, സ്തോത്രമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആരാധനയാണ് മിഥ്യാരാധനയാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുക. എന്താ കാരണം എന്നറിയാമോ? കർത്താവ് പറഞ്ഞു, ഒരു വീട് പണിയുന്ന ബുദ്ധിമാൻ ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീണ് പണിയും. നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വലിയ മഴ പെയ്തു, അത് അടിസ്ഥാനത്തിനുള്ളതുകൊണ്ട് കുലുങ്ങിപ്പോയില്ല. എന്നാൽ മണലിന്മേൽ പണിതെല്ലാം എന്ത് ചെയ്തു? വീണുപോയെന്നാണ് പറഞ്ഞത്. ഈ മണലിന്മേൽ പണിത് വെച്ചിരിക്കുന്ന ഇന്നറിയത്തില്ല സാത്താൻ വന്ന് നിൽക്കുന്ന അവരുടെ മേലെ അടിസ്ഥാനം ഇടുന്നത്. അതുകൊണ്ട് അടിസ്ഥാന ഉപദേശങ്ങൾ എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും അഭിഷേകം പ്രാപിച്ചതും ഉപദേശം കേൾക്കുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ചെറിയ കാര്യമല്ല. കേട്ടോ, അടിസ്ഥാനങ്ങളാണ്. അതിനെ മറിച്ചു കളയാൻ വേണ്ടിയാണ് സാത്താൻ ശ്രമിക്കുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങൾ നടത്തും. സ്നാനപ്പെടാത്തവർ, അഭിഷേകം പ്രാപിക്കാത്തവർ അന്യഭാഷ പറയും, അടയാളങ്ങൾ അത്ഭുതം നടത്തും. വഞ്ചിക്കപ്പെട്ടു പോകരുത്. മണലിന്മേൽ പണിയുന്നതാണ് അതൊക്കെ. നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്നില്ല എനിക്കിട്ടോ, വേണ്ട. അത്ഭുതം നടക്കുന്നില്ല, അടയാളം നടക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടക്കുന്നുമില്ല, വേണ്ട, സാരമില്ലെന്നേ. അടിസ്ഥാനത്തെ മുറുകെ പിടിച്ചോണം. നാം അതിലാണ് പിടിച്ചു നിൽക്കേണ്ടത്. നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളുടെ പിറകെ പോകുന്നവരല്ല. അത്ഭുത അടയാളം ഉണ്ട്, വചനത്തെ ഉറപ്പിക്കാനായിരിക്കണം. സ്നാനപ്പെടാത്തൊരു വ്യക്തി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ പറഞ്ഞത് വിശ്വാസസ്നാനമേൽക്കാത്ത ഒരു വ്യക്തി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും, എത്ര നല്ല പ്രസംഗിച്ചാലും ദയവ് ചെയ്ത് ഷെയർ ചെയ്യരുത് കേട്ടോ. നീ അതിനോട് കൂടെ ചെയ്തു, അതിന് കൂട്ടാളിയായിട്ട്. ശരിയായ രീതിയിൽ ഉപദേശമുള്ള അടിസ്ഥാനങ്ങളുള്ള ദൈവസഭയാണ് ദൈവത്തിൻ്റേത്. ബാക്കിയുള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്, മണലിന്മേൽ പണിയുന്നതാണ്. എണ്ണം കൂടും. ഇവിടെ കരഞ്ഞ് പിഴിഞ്ഞ് കൂടിയാൽ 5 or 10 ഒക്കെ വരുള്ളൂ. കൂടി വന്നാൽ മാക്സിമം വന്നാൽ 10 or 100 ഒക്കെ. പിന്നെ മെഗാ ചർച്ചകൾ, അത് എവിടെയെങ്കിലും കഥാന, അത് ഞാൻ അതിനെക്കുറിച്ച് എതിർക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മറിച്ചിടുന്ന യഥാർത്ഥമായ അകവും പുറവും വെന്ത് ശരിയായ രീതിയിൽ വേകുന്ന ഉപദേശമുള്ള സഭയാണ് ദൈവത്തിൽ സഭ. ബാക്കിയുള്ളത് മണലിന്മേൽ പണിതാണ്. അപ്പോൾ മണലിന്മേൽ പണിയപ്പെടുന്ന ദുരുപദേശ സഭകളുമാണ് സാത്താൻ തൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നത്. അവൻ വന്ന് നിൽക്കാൻ വേണ്ടി പ്ലാറ്റ്ഫോം അടിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഇന്ന് ചിലർ ചെയ്യുന്നത്. മനസ്സിലായോ? സാത്താൻ സ്റ്റേജ് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയാ ചിലർ യേശുവിൻ്റെ നാമം എടുക്കുന്നതെന്ന്. അവൻ വന്ന് നിൽക്കണ്ടേ, പ്ലാറ്റ്ഫോം അടിച്ചു കൊടുക്കണ്ടേ? ഈ സഭയുടെ ശേഷിപ്പുള്ളവരെ കിട്ടത്തില്ല. അവർ ദൈവാത്മാവിൻ്റെ ഉപദേശമുള്ളവരാണ്, അകത്ത് വീണവരാണ്. നിങ്ങളെല്ലാവരും പോയി, ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ എനിക്കറിയാം ഞാൻ പോയിട്ടില്ല എന്നുള്ളത്. ഒരിക്കലും ദുരുപദേശത്തിൻ്റെ പിന്നാലെ പോകത്തില്ല. എനിക്ക് തന്നിരിക്കുന്ന ആയുസ് കർത്താവികത പ്രകാരം ഞാൻ അതിനു വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ അതിന് യോഗ്യനല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ യോഗ്യതയുള്ള ഏത് പദവിയിലാണോ അതിലേക്ക് എന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയി എന്നിരിക്കട്ടെ, കർത്താവ് വന്ന് കാകളം ധരിച്ച് എല്ലാവരും എടുക്കപ്പെട്ടു. കൃപയാൽ നിങ്ങളെല്ലാവരും എടുക്കപ്പെട്ടു. ഇവിടുന്ന് ഞാൻ തള്ളപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാകും എനിക്കതിന് യോഗ്യതയില്ലായിരുന്നു, ഞാൻ പണിയപ്പെട്ടില്ല, ഞാൻ പഠിപ്പിച്ചതയോട് ഞാൻ ഒരുങ്ങിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. ഞാനിവിടെ ശിക്ഷിച്ച ഞാൻ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയോ തലതല്ലി പൊട്ടിക്കുകയോ അയ്യോ വിളിച്ചുകൊണ്ട് നടക്കുകയോ ചെയ്യില്ല. എനിക്ക് മനസ്സിലാകും ഞാൻ അത് യോഗ്യതയല്ലായിരുന്നു. ഞാൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവമേ, നിൻ്റെ ഇഷ്ടം എന്താണോ, എനിക്ക് നീ എന്നെ കണ്ടിരിക്കുന്ന അതിൽ അളവിലേക്ക് എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ദൈവസഭ ഏൽപ്പിച്ചു കൊടുക്കും. ഇന്ന് രാത്രി ഞാനിത് പറയുന്നത്, ദൈവസഭ എടുക്കപ്പെട്ട ശേഷം ഭൂമിയിൽ ശിക്ഷിക്കേണ്ടി വന്നാൽ ആരും നിലവിളിച്ചോടരുത്, അയ്യം വിളിച്ചു പോകരുത്, ആത്മഹത്യയ്ക്ക് ഒരുങ്ങരുത്, നഷ്ടപ്പെട്ടു പോകരുത്. സാധാനികമാണതൊക്കെ. നാം എടുക്കപ്പെടണം. ഏതെങ്കിലും കാരണവശാൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത്, ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ദൈവകൃപയെ നിൽക്കുന്ന അവരുടെ സന്തതി ശേഷി ഭൂമിയിലുണ്ടായിരിക്കും. അവർ പാപികളല്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, അവർ ഇന്ന് കർത്താവ് നിന്ന് എടുക്കപ്പെട്ടിട്ട് തികവുള്ള ബാക്കിയുള്ള എടുക്കപ്പെട്ടില്ല. അവർ പാപികളല്ല, തള്ളപ്പെട്ടു പോയവരല്ല. പ്രിയപ്പെട്ടവരെ, അവരെ സെലക്ട് ചെയ്തുമ്പോൾ നമ്മൾ അറിയാമല്ലോ, തൈര് കടഞ്ഞ് വെണ്ണയെടുക്കുമ്പോൾ ആ വെണ്ണ മാത്രമല്ല, അതിൻ്റെ ബാക്കി ഭാഗം ഉപയോഗമുള്ളതാണ്.
അത് ദൈവം അതിനെ കലക്കി ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ വെണ്ണ വെട്ടിയെടുക്കും ആദ്യം. ബാക്കിയുള്ളത് നമ്മൾ ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്ന വെണ്ണയ്ക്ക് വേണ്ടിയല്ല, തൈരും പാലും ഒക്കെ നമ്മൾ വെണ്ണ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അത് എടുക്കും, അതാണ് പ്രാധാന്യമായിട്ടുള്ളത്. അതിനുശേഷമായിട്ടുള്ളത് കളയുകയല്ല ചെയ്യുന്നത്, അതും ഉപയോഗത്തിലുള്ളതാണ്. ഏതായാലും ഈ കലത്തിലാണല്ലോ നമ്മളായിരിക്കുന്നത്. യഥാർത്ഥമായ വചനമാകുന്ന പാലിലാണല്ലോ നാം ദിവസങ്ങളിൽ പണിയപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെണ്ണയാകുന്ന ആദ്യ ഫലത്തെ ദൈവം വെട്ടിയെടുക്കും. അതിന് ശേഷം ഇവിടെ ശേഷിക്കുന്ന ഉണ്ടുകൊട്ടോ അത് മോശമല്ല, എന്നാൽ വെണ്ണയോട് തുല്യമാകത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞത് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാൻ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. നമ്മളതിനെ അഭിമുഖീകരിക്കേണ്ടി വരും. എടുക്കപ്പെട്ടാൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ സ്വർഗാസ്വർഗത്തിൽ പോയി നമ്മുടെ സിംഹാസനത്തിലേക്ക് ഇരിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കും. അതിനുള്ള യോഗ്യതയൊക്കെ നമുക്ക് പറഞ്ഞ് ചിന്തിക്കാനേ പറ്റുകയുള്ളൂ. ദൈവം അനുവദിച്ചെങ്കിലേ അത് കിട്ടുകയുള്ളൂ, പ്രാപിക്കത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എനിക്കതിന് യോഗ്യതയൊന്നുമില്ല, വല്ല വിധേനയും എന്നെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ താഴ്മയോടെ അപേക്ഷിച്ച് നമ്മുടെ ആഗ്രഹം അതാണ് ദൈവത്തോട് പറഞ്ഞ് ജീവിച്ചാൽ ദൈവം അനുവദിച്ചാൽ നാം എടുക്കപ്പെടും. നാം അതിന് യോഗ്യരല്ലെങ്കിൽ ദൈവം കാണുക, നീ അതിന് യോഗ്യനല്ല, അതിന് ക്വാളിഫൈഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുക, അവിടെ സന്ധിയുടെ ശേഷിപ്പുള്ള ആയിത്തീരുക. പിന്നീട് എല്ലാവരും പറയും അദ്ദേഹം പഠിപ്പിക്കുന്നത് സഭ എടുക്കപ്പെടേണ്ട, കുറച്ച് പിന്നെ ശേഷിച്ചാലും കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കുന്നവരാ എന്ന ഒരു ചിന്തയോ ഒരു വശമാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എന്നെ ഏത് പേരിൽ മുദ്ര കുത്തിയാലും കുഴപ്പമില്ല. സത്യമായ കാര്യമാണ് പറയുന്നത്, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അറിയിക്കുന്നത്. ഇന്ന് എഴുതുന്നു പഠിപ്പിക്കുന്നു ഒന്നും ഇവിടെ നഷ്ടപ്പെട്ടു പോകത്തില്ല. അന്നിത് തേടി നടക്കും, അന്ന് പലരും വായിക്കും, അന്നത് ഗ്രഹിക്കും. ഇന്നൊരു പക്ഷേ ഇതിന് പുറകെ ആരും കാണത്തില്ലായിരിക്കാം, പക്ഷേ അത് സംഭവിച്ചു കഴിയുമ്പോൾ അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകും. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവവചനത്തിൻ്റെ സത്യത്തിന് വേണ്ടി ചെവി ചായ്ക്കണമേ, ഒരുങ്ങണമേ എന്ന് ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി നിങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു. ഇതുവരെയുള്ള ചിന്തയിൽ നിന്ന് ഭഗവദ്ഗീത നിർവഹിച്ചാൽ നമുക്കിങ്ങനെ അതിനെ നിർവഹിക്കാം. സ്വർഗമാകുന്ന പർദീസയിൽ നിന്ന് ആത്മീയ മരുഭൂമിയാകുന്ന ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ അവിടെ നിന്ന് തള്ളപ്പെടുന്ന വഞ്ചകനും അപവാദിയുമായ സാത്താൻ ഉപദ്രവിക്കുന്നു. അതിനെയാണ് സാത്താനിക മഹോദ്രവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ അഥവാ അവൾ പ്രതിനിധാനം ചെയ്യുന്ന മീഡിയകളേഷ്യമിൽ ഉൾപ്പെടുവാനുള്ള പഴയ നിയമസാക്ഷികളെയും പുതിയ നിയമസാക്ഷികളുടെ ശേഷിപ്പിലുള്ളവരെയും ആണ് ഉപദ്രവിച്ചു തുടങ്ങുന്നത്. അക്കാലത്ത് ദൈവം അവൾക്കൊരു ഒരുക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലത്തേക്ക് പറന്നു പോകുന്നതിനായിട്ടാണ് വലിയ കഴുകിൻ്റെ 2 ചിറകൾ കൊടുക്കുന്നത്. അഥവാ അവളുടെ സന്തതിയുടെ ശേഷിപ്പിലുള്ളവർക്ക് ലഭിക്കുന്ന ദൈവിക സംരക്ഷണത്തെയും പരിപാലനത്തെയുമാണ് വെളിപ്പെടുന്നത്. പറഞ്ഞാൽ ആദിജാതന്മാരുടെ സഭ ഇവിടെ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ സന്തതിയുടെ ശേഷിപ്പുള്ളവരെ ദൈവം കൈവിട്ട് കളയല്ല. ശ്രദ്ധിക്കണം, അവരെ ദൈവം സംരക്ഷിച്ചു നിർത്തും, അവരെ ദൈവം സൂക്ഷിക്കും. അതാവത്ത ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകം അവസാനിക്കുന്നില്ല, അവസാന നാളായില്ല, പിന്നെയുമുണ്ട് 7 വർഷം ചില ദിവസങ്ങൾ. വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കണം. ദിവസങ്ങളുണ്ട്. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 7 ദിവസം ചില ദിവസങ്ങളുമുണ്ട്. 7 വർഷം എന്നുള്ളത് കൃത്യമാണ്. 1 മാസം വരെ മിനിമവും, 75 ദിവസം വരെ മാക്സിമം എന്ന് പറഞ്ഞാൽ 7 വർഷവും 2.5 മാസം 75 ദിവസം വരെ പോകാം കർത്താവിൻ്റെ 8ാമത്തെ വരവിന്. അത് വേണമെങ്കിൽ ആ നാടിനെ കുറച്ചിട്ട് 7 വർഷവും 30 ദിവസവുമാക്കാം, 45 ദിവസം വരെ, 1.5 കണക്കവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തിനുള്ളിൽ 2.5 മാസമോ 1 മാസമോ, ഇപ്പോൾ ചുരുങ്ങിയത് 7 വർഷവും 1 മാസവും ഇവിടെ കഴിഞ്ഞ ശേഷമേ കർത്താവ് വരികയുള്ളൂ. അത് മാക്സിമം 2.5 മാസം വരെ 75 ദിവസം വരെ പോകാം. ഇതിനിടയ്ക്ക് ഏതെങ്കിലും ദിവസം 75 ദിവസം ദൈവം നാളുകളിൽ ചുരുക്കുന്നത് 75 ദിവസം ദൈവം ചുരുക്കുന്നത്. സാധാരണ മുഖത്ത് ചുരുക്കപ്പെടത്തില്ല, ക്രിസ്തുവിന്റെ പണം ചുരുക്കപ്പെടത്തില്ല. എന്നാൽ ആർക്കും ജീവിക്കാൻ കഴിയാത്ത വലിയ കഷ്ടതയുടെ കാലമാണ് 75 ദിവസം, മാക്സിമം 75 ദിവസം. ദൈവം അതിനെ ചുരുക്കും. തങ്ങളുടെ വ്രതന്മാർ ദിവസം ആ കാലത്ത് ചുരുക്കം എന്ന് പറയുന്നതാണ് കഷ്ടതയുടെ കാലം. അത് ചുരുക്കപ്പെട്ടാൽ
അത് 75, 74, 73, 70, 50 എന്നാണെന്നറിയത്തില്ല. പക്ഷെ അത് 1 മാസം വരെ മിനിമം കാണും. ഇതാണ് ദൈവം ചുരുക്കുന്ന ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ദൈവസഭയുടെ ശേഷിപ്പിലുള്ളവരെ ഇസ്രായേലിനെ പരിപാലിക്കേണ്ടത് ദൈവത്തിന് കടമയാണ്. ദൈവനോട് നമ്മൾ കണ്ടത് അവൻ്റെ 7 കണ്ണ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 കണ്ണിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. സഭയെ പരിപാലിക്കേണ്ടത് വേണ്ടിയാണ്. അപ്പോൾ ദുഷ്ടന്റെ പീഡനിമിത്തം പൊറുതി പൊട്ടിയ ദാവീദ് ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചതിനെ കുറിച്ച് സങ്കീർത്തനം രേഖപ്പെടുത്തി. സങ്കീർത്തനം 55 അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. തൻ്റെ പൊറുതിമുട്ടിയ സാഹചര്യത്തിൽ ദാവീദ് ഇങ്ങനെ പാടുപാട്ടിടയാത്ത വന്നു. പറയാണ്, എനിക്ക് പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. ശത്രുരൂപത്തിൽ നിമിത്തം ദാവീദ് നിലവിളിച്ചത് എങ്ങനെയെങ്കിലും മരുഭൂമിയിലേക്ക് ഓടിപ്പോയി വിശ്രമിക്കുവാൻ പ്രാവിൻ ചിറകുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നായിരുന്നു അവൻ ചിന്തിച്ചത്. അതാണ് അവൻ്റെ അഭിലാഷമായി ദൈവത്തോട് അറിയിച്ചത്. ഇതേ വിഷയത്തെ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീകളുടെ ബന്ധത്തിൽ തുലനം ചെയ്ത് പഠിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള ചിറകുണ്ടെന്നുള്ളതാണ് ഇതിൽ വ്യത്യാസമായിട്ടുള്ളത്. ദാവീദ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പ്രാവിൻ്റെ ചിറക് മതിയായിരുന്നു. എന്നാൽ ദുഷ്ടന്റെ ഉപദ്രവത്തിന് രക്ഷയിടുവാൻ അവന് പ്രാവിൻ ചിറക് മതി, ഒരു വ്യക്തി എന്ന നിലയിൽ മതിയായിരുന്നു. എന്നാൽ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ അക്കാലത്ത് ഭൂമിയിൽ അവശേഷിക്കുന്നവരിൽ സാത്താന്റെ വശീകരണത്തിൽപ്പെടാതെ നിൽക്കുന്ന സകല വിശുദ്ധന്മാരെയും പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് അവൾക്ക് പ്രാവിൻ ചിറകുകൾ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വലിയ കഴുകിൻ ചിറകുകളെ ഇവിടെ സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ സംരക്ഷണം പ്രാവിൻ്റെ ചിറക് പോലെ മതി. അവൻ ഒറ്റയ്ക്കാണ്. അവനൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചെറിയ രാഷ്ട്രത്തിൻ്റെതാണ്. എന്നാൽ അവളുടെ സന്തതിയിൽ ശേഷിപ്പിക്കപ്പെടുന്ന കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരും ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും സുവിശേഷ സാക്ഷികളുമായിട്ടുള്ളവരെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു സമൂഹമാണ്. ഈ പ്രാവിൻ്റെ ചിറകിൽ ഒതുങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വലിയ കഴുകിൻ ചിറകിൽ സംരക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ദൈവമാണ് ഈ ബാക്കിയുള്ള ശേഷിപ്പുള്ളവരെ സംരക്ഷിച്ച് നിൽക്കുന്നത്. അതിന് കഴുകിൻ്റെ ചിറക് കൊടുക്കുന്നത് പോലെ പറന്നുപോയി ഭൂമിയിൽ ദൈവിക സംരക്ഷണത്തിൻ്റെ ചിറകിൻ കീഴിലാണ് അതിന് ശേഷമുള്ളവരായിരിക്കുന്നത്. കൃപയാൽ നാം ഒന്ന് സൂക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവസഭയും ആദ്യം നമ്മൾ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണം ഭൂമിയിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഒരൊറ്റ മനുഷ്യന് പോലും ജീവിക്കാൻ കഴിയത്തില്ല. ആ സമയത്ത് ദൈവത്തിൻ്റെ 7 കണ്ണുകൾ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും കഴുകിൻ ചിറക് കൊണ്ട് സംരക്ഷിക്കുന്നുള്ളതുമാണ് ഇവിടെ ആലങ്കാരികമായ ഭാഷയിൽ സദൃശ്യപ്പെടുത്തി ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. മൗദ്രകാല ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന പഴയ വിശുദ്ധന്മാർക്കും യേശുവിന് സാക്ഷ്യമുള്ള പുതിയ നിയമ വിശുദ്ധന്മാർക്കും ആത്മീയ മരുഭൂമിയാകുന്ന ഭൂമിയിൽ ദൈവം ഒരുക്കുന്ന വലിയ സംരക്ഷണത്തെയും പരിപാലനത്തെയുമാണ് സ്ത്രീക്ക് ലഭിക്കുന്ന വലിയ കഴുകിൻ്റെ 2 ചിറകുകളുടെ ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംരക്ഷണമാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. കാരണം ഈ സാത്താന്യ മഹോത്സവത്തിൽ വലിയ സംരക്ഷണമാണുള്ളത്. ആ സമയത്ത് സാത്താൻ ഇവരെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദുരുപദേശം ഒഴിക്കപ്പെടുന്നത്. സൈഡിലുള്ളവരെ ഗോത്രവ്യത്യാസം കൂടാതെ ഇതേക്കുറിച്ച് നമുക്ക് ഇന്ന് രാത്രിയിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സമയം മുമ്പോട്ട് പോയതുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുക. ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായെങ്കിൽ എന്താണ് മരുഭൂമി, എന്താണ് വലിയ കഴുകിൻ്റെ ചിറകുകൾ സ്ത്രീക്ക് ലഭിച്ചതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയുടെ സന്തതി ശേഷിപ്പെടുന്നവർ ആരാണ്, എത്ര നാളത്തേക്കാണ് സാധാരണ മഹോദ്രവം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കിയെടുത്ത് എന്താണ് മണലിന്മേൽ സാത്താൻ നിന്നു എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അത് അവന് പ്ലാറ്റ്ഫോം ഇടുന്ന അവൻ നിൽക്കുന്നത്
അടിസ്ഥാനമില്ലാതെ യേശുവിൻ നാമത്തിൽ പണിയപ്പെടുന്ന സഭകളിൽ മേലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് ഈ രാത്രി ഞാനിത് സംസാരിക്കുമ്പോൾ നമ്മളാരും ഭാരപ്പെട്ടു പോവുകയോ വിഷമിച്ചു പോവുകയോ ചെയ്യേണ്ടതൊക്കെ സംഭവിക്കേണ്ടതാണ്. ചിലർ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയായിരിക്കും യേശുവിനെ ഉപയോഗിച്ച് മണലിന്മേൽ പണിത് വെച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തിനത് വേണ്ട, മറിച്ചിടാത്തൊന്നും വേണ്ട. ദൈവത്തിന് വേണ്ടിയത് തികവുള്ളതാണ് വേണ്ടിയത്. അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശമുള്ള സഭയിലാണ് ദൈവം തൻ്റെ സംരക്ഷണം അയക്കുന്നത്. ദുരുപദേശത്തിൻ്റെ ശക്തികൾ സാത്താൻ അവൻ്റെ കൈക്കീഴിലാക്കും. അപ്പം അത് സംഭവിക്കും പ്രിയപ്പെട്ടു. ഇത് ആത്മീയ ലോകത്തെ വിവേചിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വളർച്ചയുള്ളത് മണലിന്മേൽ പണിയുന്നതിനാണ്. വളരെ വേഗത്തിൽ പണിത് കൂട്ടാൻ സാധിക്കും. ഉപദേശത്തിന് ചില കാര്യങ്ങൾ അഴിച്ച് വിട്ടാൽ മതി, ആൾക്കാർ ഇഷ്ടം പോലെ ചേർക്കാൻ കഴിയും. ഫിൽറ്റർ വെക്കാതെ പഠിപ്പിച്ചാൽ മതി, എല്ലാം പോകുന്നുള്ളൂ. ഫിൽറ്റർ വെക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. ദൈവസഭയ്ക്കകത്ത് എന്താ ആൾ വരാത്ത എന്താ കാരണം വെച്ചാൽ നമ്മൾ ഫിൽറ്റർ വെച്ചാൽ പഠിപ്പിക്കുന്നത്, അരിച്ചാണ് എടുക്കുന്നത്. എന്നാൽ ഇതങ്ങ് ചിലർ എന്താ വിചാരിക്കുന്ന, ആൾ കൂടിക്കോട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഉപദേശം അഴിക്കരുത് കേട്ടോ. ഉപദേശം ദൈവം തന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശമാണ്. ആ ഉപദേശത്തിന് വേണ്ടി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നതായിട്ട്. 3.5 വർഷക്കാലത്ത് സാത്താന്യ മുഖത്തെ കാലത്ത് 2 സാക്ഷിയുടെ സമൂഹത്തെ ആത്മീയമായ മരുഭൂമിയാകുന്ന ഭൂമിയിൽ ദൈവം സംരക്ഷിച്ച് പോറ്റിപ്പുലർത്തുന്നു. അവിടെ പ്രവർത്തന സ്ഥിരാകേന്ദ്രം യെരുശലേമായിരിക്കും. അതേക്കുറിച്ച് 2 സാക്ഷിയുടെ പ്രവർത്തനമുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ച് നാം അടുത്തായിട്ട് ചിന്തിക്കുന്നത്. ദൈവം ചില അടുത്ത ദിവസം ചിന്തിക്കാം. വരുന്ന ആഴ്ചയിൽ കഥ വരാൻ താമസമെങ്കിൽ 2 സാക്ഷികളെക്കുറിച്ചും മഹാസർപ്പം വായിൽ നിന്ന് നദി പോലെ ചാടിക്കുന്ന വെള്ളത്തെക്കുറിച്ചുമുള്ള ഭാഗം നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം സംഭവിക്കാനുള്ളതാണ്. എന്നാൽ ഇന്ന് നാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നത്തെക്കാൾ ഉപരിയായി ദുരുപദേശം പടർന്ന് പന്തലിക്കുമ്പോൾ ഒരു കാലത്ത് ഹല്ലേലൂയ പറയുവാൻ എതിർത്തിരുന്നവർ, അതേ വല്ലാതെ എതിർത്തിരുന്നവർ പലതിനും ഇന്ന് കൂട്ടുകൂടുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എതിർക്കുന്നവർ അവരും സമ്മതിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ വിചാരിച്ചാൽ മതി, മണലിന് മേൽ പണിയുന്നവർ അവരുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയല്ല ദിവസങ്ങളിൽ സഭ പണിയപ്പെടേണ്ടത്. പൂർണ്ണമായിട്ടും യേശുക്രിസ്തുവിൻ്റെ അടിസ്ഥാന ഉപദേശത്തിൽ നിൽക്കുന്നവരാണ് ദൈവസഭ, ആഗോള ദൈവസഭ. 1-ാം നൂറ്റാണ്ട് മുതൽ അതുകൊണ്ട് എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്ത് 2025 പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിതമായിരിക്കുന്ന ദൈവസഭ ഇവിടെയുണ്ട്. സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞ ശേഷവും ദൈവത്തിൻ്റെ പരിപാലനം ശേഷിക്കുന്ന ദൈവമക്കളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് നാം ചിന്തിച്ചു. അതാണ് മരുഭൂമിയിലുള്ള സംരക്ഷണത്തെ, പരിപാലനത്തെക്കുറിച്ച് ചിന്തിച്ചത്. എന്നാൽ സാത്താൻ മഹാക്രോധത്തോടെ വന്നു കഴിയുമ്പോൾ ഈ സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടത്, എന്ന് പറഞ്ഞാൽ വിശ്വാസം നിൽക്കുന്നവരെ, അടിസ്ഥാനമുള്ളവരെ ഒഴുക്കിക്കളയേണ്ടതിന് വേണ്ടി മണലിന്മേൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി അവൻ ഒഴുക്കിവിടുന്ന ദുരുപദേശമുണ്ടായിരിക്കും. എന്നാൽ അടിസ്ഥാനമുള്ള ദൈവസഭയെ അന്ന് ശേഷിക്കുന്നവരെ, പ്രമാണമുള്ളവനെ ഒഴുക്കിക്കളയാൻ ഒരു ശക്തിയും കഴിയില്ല. അതുകൊണ്ടാണ് കർത്താവ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞത്, ബുദ്ധിമാൻ വീട് പണിയുന്നതിനെക്കുറിച്ചും ബുദ്ധിയില്ലാത്ത വീട് പണിയുന്നതിനെക്കുറിച്ചുമുള്ള ദൂത് പറഞ്ഞിരിക്കുന്നത്. കൊണ്ട് ദൈവഭയമുള്ള ബുദ്ധിയുള്ളവരായി കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നുവോ അത് ശിരസാ വഹിച്ച് അതിനുവേണ്ടി ജീവിക്കാൻ മനുഷ്യൻ്റെ ആലോചനയ്ക്കല്ല നാം തലകുനിച്ചു കൊടുക്കേണ്ടത്. യഥാർത്ഥ ദൈവത്തിന് ഭയത്തിന് മുമ്പാകെ തലകുനിച്ചുകൊണ്ട് പറയാൻ, കർത്താവേ, സത്യവനത്തിന് മുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. ദിവസം ഞാൻ ഒന്നുമായിട്ടില്ല, അങ്ങനെ കൃപയ്ക്കുള്ളിൽ എന്നെ ആക്കി തീർക്കണമേ. ആ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയ്ക്ക് വേണ്ടി, പ്രാഗൽഭ്യത്തിന് വേണ്ടി നമുക്ക് ദൈവങ്ങൾ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.